ഗുഡ് മോർണിംഗ് ടു ഓൾ. കുഞ്ഞുങ്ങളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് ഇ കൊമേഴ്സിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഇ കൊമേഴ്സ് എന്ന് പറയുന്ന വാണിജ്യ വ്യാപാര പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ആവശ്യകതയാണ് പ്രധാനമായിട്ടും ഈ തരത്തിലുള്ള വ്യാപാര പ്രവർത്തനത്തിനുള്ളത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം എന്താണ് ഇ കൊമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ബിസിനസ്സുകാരോ വാണിജ്യ സ്വഭാവത്തോടു കൂടി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് നെറ്റ്വർക്ക് മാധ്യമമായ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് എങ്കിൽ ആ തരത്തിൽ നടത്തപ്പെടുന്ന വ്യാപാര പ്രവർത്തനത്തെയാണ് ഇ കൊമേഴ്സ് എന്ന് പറയപ്പെടുന്നത്. നെറ്റ്വർക്ക് മാധ്യമമായ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ഏതെങ്കിലും ഒരു വ്യക്തി സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധനങ്ങളും സേവനങ്ങളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണമോ അല്ല എങ്കിൽ സാധനങ്ങളും സേവനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയോ നെറ്റ്വർക്ക് മാധ്യമമായ ഇൻ്റർനെറ്റ് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ആ തരത്തിലുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളെയാണ് പ്രധാനമായിട്ടും എന്തെന്ന് പറയുന്നത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ തരത്തിലുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാണ് തൊട്ട് താഴേക്ക് പറയുന്നത്. നിങ്ങളുടെ പുസ്തകത്തിൻ്റെ പേജ് നമ്പർ 101 പറഞ്ഞിരിക്കുന്ന കാര്യം, ഇ കൊമേഴ്സ് ബിസിനസ് ഇസ് റിക്വയർ ഫാർ ലെസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് കമ്പയർഡ് ടു ട്രഡീഷണൽ കൊമേഴ്സ് വെയർ ഫിസിക്കൽ ഷോപ്സ് ആർ ടു ബി ഹൈഡ് അറ്റ് ഹൈ റെൻറ്റൽസ്. അതായത് പരമ്പരാഗതമായിട്ടുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളെ വെച്ച് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെയധികം കുറഞ്ഞ മൂലധന നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇ കൊമേഴ്സ് നെറ്റ്വർക്ക് മാധ്യമമായ ഇൻ്റർനെറ്റിലൂടെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിക്കും. അതുകൂടാതെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളിൽ വലിയ വലിയ കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്ത് വലിയ ഷോപ്പുകൾ കെട്ടിപ്പണിത് ഉയർത്തിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യലും നടക്കുകയുള്ളൂ, വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകലും നടക്കുകയുള്ളൂ. അത് ഒഴിവാക്കാൻ സാധിക്കും. ഇതുകൂടാതെ എന്താ പറഞ്ഞേക്കുന്നത്, ഇ കൊമേഴ്സ് ഡസ് നോട്ട് റിക്വയർ ദ സർവീസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സെയിൽസ് സ്റ്റാഫ് ആൻഡ് അതർ ഓവർഹെഡ്സ്. അതായത് ഇ കൊമേഴ്സ് എന്ന് പറയുന്ന വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾക്ക് പരമ്പരാഗതമായിട്ടുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളെ പോലെ വലിയ രീതിയിൽ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടക്കുവാൻ വളരെയധികം ജോലിക്കാരുടെ ആവശ്യമോ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുടെയോ മറ്റു രീതിയിലുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുടെയോ ആവശ്യകതയില്ല. വളരെയധികം ലളിതമായ രീതിയിൽ വലിയൊരു ഉപഭോക്തൃ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് തങ്ങളുടെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളെ എളുപ്പത്തിൽ എത്തിച്ചേർക്കുവാൻ നെറ്റ്വർക്ക് മാധ്യമമായ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി വ്യാപാരികൾക്ക് സാധിക്കും. ആ തരത്തിൽ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളെ സുഗമമാക്കുക, ലളിതവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കിയേക്കുന്ന ഒരു ആധുനിക വ്യാപാര വാണിജ്യ പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യമാണ് എന്താ പറഞ്ഞേക്കുന്നത്, ആക്സസ് ടു എ ഗ്ലോബൽ മാർക്കറ്റ്. അതായത് ആഗോള വിപണിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബിസിനസ്സിൻ്റെ വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളെ തുറക്കാൻ സാധിക്കും. അപ്പോൾ ആഗോളതലത്തിലുള്ള ആഗോള വിപണിയെ തങ്ങളുടെ ബിസിനസ് പ്രവർത്തനങ്ങൾക്കായിട്ട് ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും. എന്തുവഴി, ഇ കൊമേഴ്സ് മീഡിയ. അതായത് ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് തങ്ങളുടെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുമായിട്ട് ആഗോളതലത്തിലുള്ള മാർക്കറ്റിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നു. അതിനെ സഹായിക്കുന്ന ഒന്നാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ആക്സസ് ടു എ ഗ്ലോബൽ മാർക്കറ്റ്. എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ആഗോളതലത്തിലുള്ള വാണിജ്യ വ്യാപാര മാർക്കറ്റിലേക്ക് തങ്ങളുടെ ബിസിനസ്സിൻ്റെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ ഉയർത്തുവാൻ എളുപ്പത്തിൽ ഇ കൊമേഴ്സ് എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ സഹായത്തോടു കൂടി ബിസിനസ്സുകാർക്ക് സാധിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇ കൊമേഴ്സ് എനേബിൾ ദ ബിസിനസ് ഓർഗനൈസേഷൻ ടു ഈസിലി ആക്സസ് ദ ഇൻ്റർനാഷണൽ മാർക്കറ്റ് എലോങ് വിത്ത് ദി നാഷണൽ മാർക്കറ്റ്. അതായത് ബിസിനസ് ചെയ്യുന്ന, അതായത് ഏറ്റവും ലോക്കൽ തലത്തിൽ, അതായത് ഏറ്റവും താഴെ തട്ടിൽ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് തങ്ങളുടെ വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങൾ ആഗോളതലത്തിലും അന്താരാഷ്ട്ര തലത്തിലേക്കും എത്തിക്കുന്നതിനും ദേശീയ തലത്തിലേക്കും അന്തർദേശീയ തലത്തിലേക്കും തങ്ങളുടെ ബിസിനസ്സിൻ്റെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് ഇ കൊമേഴ്സ് മീഡിയം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു ചെറിയൊരു ബിസിനസ്സുകാരനാണെങ്കിൽ, ഒരു ചെറിയൊരു ലോക്കൽ ഏരിയയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അവൻ ഉൽപ്പാദിപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുള്ള വിപണിയിലേക്കും വിറ്റഴിക്കുന്നതിന് വേണ്ടി അവനെ എളുപ്പത്തിൽ എത്തിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് മാധ്യമമായ ഇ കൊമേഴ്സിൻ്റെ സഹായത്തോടു കൂടി തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ വ്യത്യസ്തമായിട്ടുള്ള വിപണികളിൽ, അത് ദേശീയ തലത്തിലായിക്കോട്ടെ അന്തർദേശീയ തലത്തിലായിക്കോട്ടെ, എളുപ്പത്തിൽ എത്തിക്കുവാനും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണനത്തിന് വേണ്ടി എളുപ്പത്തിൽ എത്തിക്കുവാനും ഏതൊരു ബിസിനസ്സുകാരും സഹായിക്കുന്ന ഒരു
മാധ്യമമാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ട്രഡീഷണൽ രീതിയിലാണെങ്കിൽ ദ ട്രഡീഷണൽ വേ ഓഫ് ഡൂയിങ് ബിസിനസ് റീച്ചിങ് ഗ്ലോബൽ മാർക്കറ്റ് ഈസ് കോംപ്ലിക്കേറ്റഡ് ടാസ്ക്. എന്നാൽ നമ്മൾ പരമ്പരാഗത രീതിയിലാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ പരമ്പരാഗത രീതിയിൽ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരന് തങ്ങളുടെ ബിസിനസ് ഫെയിം വഴി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ദേശീയ മാർക്കറ്റിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്കും അന്തർദേശീയ ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്കും പെട്ടെന്ന് എത്തിക്കുക, വിപണനത്തിനായിട്ട് എത്തിക്കുക എന്ന് പറയുന്നത് വളരെയധികം സങ്കീർണമായ ഒരു ചുമതല തന്നെയാണ്. ഈ ഒരു ബാരിയറിനെ ട്രഡീഷണൽ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളിലുള്ള ട്രഡീഷണൽ കൊമേഴ്സിലുള്ള ഈ ഒരു തടസ്സത്തെ, ഈ ഒരു ബാരിയറിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഏതൊരു ബിസിനസ്സുകാർക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ ഏതൊരു വിപണിയിലും എളുപ്പത്തിൽ എത്തിക്കാൻ വേണ്ടി വിപണനത്തിനായിട്ട് എത്തിച്ചേർക്കാൻ വേണ്ടി സഹായിക്കുന്ന എളുപ്പ മാർഗ്ഗമാണിതെന്ന് പറയുന്നത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സുകാർക്കും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും അവരുടെ ഉൽപ്പന്നങ്ങളെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കും. ബിസിനസ്സുകാർക്കാണെങ്കിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള കസ്റ്റമേഴ്സിനും എളുപ്പത്തിൽ വിപണനം ചെയ്യുവാനും, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനാണെങ്കിൽ ലോകത്തുള്ള ഏത് ഭാഗത്തു നിന്നും തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുവാനും സാധിക്കും. ഈ തരത്തിൽ ആഗോളതലത്തിലുള്ള വാണിജ്യ പ്രവർത്തനങ്ങളെ എളുപ്പത്തിലാക്കുവാനും ബിസിനസ്സുകാർക്ക് തങ്ങളുടെ വിപണന ഉൽപ്പന്നങ്ങളെ ആഗോള വിപണിയിലേക്ക് വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിക്കുവാനും സഹായിക്കുന്ന എളുപ്പമാർഗ്ഗമാണ്, ലളിത മാർഗ്ഗമാണ് എന്തെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് മാസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാസ് മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കസ്റ്റമർ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ വിപണനത്തിന് വേണ്ടി എത്തിക്കുവാൻ ഉൽപാദകരെയും ബിസിനസ്സുകാരെയും സഹായിക്കുന്ന ഒരു വിപണന രീതിയാണെന്ന് പറയുന്നത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഫെസിലിറ്റേറ്റ് ടു റീച്ച് എ ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ മാർക്കറ്റ് സെഗ്മെൻറ്റ് ആൻഡ് ഇൻക്രീസ് ദ വോളിയൂം ഓഫ് സെയിൽസ്. അതായത് വലിയൊരു കസ്റ്റമർ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് തങ്ങൾ വിൽപ്പനയ്ക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഉൽപ്പന്നങ്ങളെ വിപണനത്തിനായിട്ട് എത്തിക്കുവാനും അതുവഴി തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം വർദ്ധിപ്പിച്ചെടുക്കുവാനും അതുവഴി തങ്ങളുടെ ബിസിനസ് ഫെയിമിൽ വലിയൊരു ലാഭമുണ്ടാക്കുവാനും സഹായിക്കുന്ന ഒരു വാണിജ്യ വ്യാപാര രീതിയാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അതായത് വലിയൊരു കസ്റ്റമർ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ വിപണനത്തിനായിട്ട് കൊണ്ടുവരുവാനും അതുവഴി തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം വർദ്ധിപ്പിച്ചെടുക്കുവാനും തങ്ങളുടെ ബിസിനസ്സിന് വലിയ രീതിയിൽ ലാഭമുണ്ടാക്കുവാനും സഹായിക്കുന്ന ഒരു വിപണന രീതിയാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. വലിയ രീതിയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ വിപണനം ചെയ്യുവാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ വലിയ രീതിയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സിനെ വിറ്റഴിക്കാൻ സഹായിക്കുന്ന ഒരു വാണിജ്യ വ്യാപാര രീതിയാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് അവോയ്ഡിങ് മിഡിൽ മാൻ. അതായത് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്നും സാധനങ്ങളും സേവനങ്ങളും വാങ്ങി അത് വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് വിതരണം ചെയ്യുന്ന ഇടനിലക്കാരായിട്ടുള്ള ആളുകളുടെ സേവനത്തെ ഒഴിവാക്കുവാൻ എന്തിനു സാധിക്കും? ഇ കൊമേഴ്സ് മീഡിയത്തിന് സാധിക്കും. അതായത് ആരാണോ സാധനങ്ങളും സേവനങ്ങളും വിൽപ്പനയ്ക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആ ഉൽപ്പാദകനും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സും നേരിട്ടുള്ള ഒരു വാണിജ്യ വ്യാപാര പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇടനിലക്കാരായിട്ടുള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് പ്രൊഡ്യൂസറും അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമറും നേരിട്ട് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തുന്നു. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലും വിൽപ്പനയും നടത്തുന്നു. ആ തരത്തിലുള്ള ഒരു വാണിജ്യ വ്യാപാര പ്രവർത്തനമാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ന്യായമായ വിലയിൽ ഉൽപ്പാദകൻ്റെ കൈകളിൽ നിന്നും ഉപഭോക്താവിന് ലഭിക്കും. അതായത് വളരെയധികം വിലക്കുറവിൽ ഉൽപ്പാദകൻ ഉൽപ്പാദിപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും കസ്റ്റമേഴ്സിന് ലഭിക്കും, ഇടനിലക്കാരെ ഒഴിവാക്കുന്നത് കൊണ്ട്. അതാണ് പ്രധാനമായിട്ടും പറയുന്നത്. ട്രഡീഷണൽ ബിസിനസ് ഫംഗ്ഷൻ ത്രൂ ലാർജ് നമ്പർ ഓഫ് മിഡിൽ മാൻ ഇൻ ഓർഡർ ടു റീച്ച് ദ അൾട്ടിമേറ്റ് കൺസ്യൂമർ. ദിസ് ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻക്രീസ് ദ പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ്. അതായത് പരമ്പരാഗതമായ രീതിയിലുള്ള ബിസിനസ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളിലാണെങ്കിൽ ഉൽപ്പാദകൻ ഉൽപ്പാദിപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തണമെങ്കിൽ ധാരാളം ഇടനിലക്കാരായിട്ടുള്ള ആളുകളുടെ സേവനം ആവശ്യമാണ്. അങ്ങനെയുള്ള ആളുകളുടെ സഹായത്തോടു കൂടിയാണ് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദകൻ്റെ കൈകളിൽ നിന്നും കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ചെലവും അതുപോലെ തന്നെ വിപണന മൂല്യവും വളരെയധികം വലുതായിരിക്കും. അതായത് ഉൽപ്പന്നങ്ങൾ വലിയ വിലയ്ക്കായിരിക്കും കസ്റ്റമേഴ്സിന് കിട്ടുക. എന്നാൽ നമ്മുടെ ഇ കൊമേഴ്സിൻ്റെ കടന്നുവരവോട് കൂടി എന്താ സംഭവിച്ചേക്കുന്നത് നമുക്ക് നോക്കാം. ബട്ട് ദ ഇ കൊമേഴ്സ് ഈസ് അവോയ്ഡിങ് ദ എക്സ്പ്ലോട്ടേഷൻ ഓഫ് മിഡിൽ മാൻ ഇൻ ദി ബൈയിങ് ആൻഡ് സെല്ലിംഗ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇടനിലക്കാരായിട്ടുള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനമായതുകൊണ്ട് തന്നെ ഇടനിലക്കാർ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന അല്ലെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും വിൽപ്പന നടത്തുന്ന വിപണിയിൽ നിന്നും ഒഴിവാക്കുന്നത് കൊണ്ട് തന്നെ ഉൽപ്പാദകനും കസ്റ്റമേഴ്സിനും നേരിട്ട് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും ഉൽപ്പാദകൻ്റെ കയ്യിൽ നിന്നും വളരെയധികം വളരെയധികം കുറഞ്ഞ വിലയിൽ സാധനങ്ങളും സേവനങ്ങളും കസ്റ്റമേഴ്സിന് ലഭ്യമാവുകയും ചെയ്യും. ഈ തരത്തിൽ ഉൽപ്പന്നങ്ങളുടെ വില അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വളരെയധികം ന്യായമായ വിലയ്ക്ക് കസ്റ്റമേഴ്സിന് ഉൽപ്പന്നങ്ങൾ ലഭ്യമാവുകയും ചെയ്യുന്നു. ഈ തരത്തിൽ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനമാണെന്ന് പറയുന്നത് കൊമേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് ഉൽപ്പാദകരുടെ കയ്യിൽ നിന്നും ലഭിക്കുവാൻ കാരണമായി മാറുന്നു കൊമേഴ്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു ഗുണം എന്താണ്? ഈസി ആൻഡ് സ്പീഡി ട്രാൻസാക്ഷൻ. അതായത് പരമ്പരാഗത വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലും വിൽപ്പനയും എന്ന് പറയുന്നത് വളരെയധികം വേഗതയിലും വളരെയധികം എളുപ്പത്തിലുമായിരിക്കും. ആ ഒരു കാര്യമാണ് തൊട്ട് താഴേക്ക് പറഞ്ഞേക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നതെന്ന് വായിച്ചു നോക്കാം. എളുപ്പത്തിലും വേഗതയിലും വാണിജ്യ വ്യാപാര ഇടപാടുകളെ പൂർത്തീകരിക്കുവാൻ ബിസിനസ്സുകാരെ സഹായിക്കുന്ന ഒന്നാണ് കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനം എന്ന് പറയുന്നത്. കൊമേഴ്സ് ഹെൽപ്പ് the business to complete business transactions smoothly within short span of time. കുറഞ്ഞ സമയത്തിനുള്ളിൽ ബിസിനസ്സുകാരുടെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളെ പൂർത്തീകരിക്കുവാൻ സഹായിക്കുന്ന ഒരു പുതിയ രീതിയിലുള്ള ആധുനിക വാണിജ്യ വ്യാപാര പ്രവർത്തനമാണെന്ന് പറയുന്നത് കൊമേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാർക്ക് വളരെയധികം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ ബിസിനസ് ട്രാൻസാക്ഷനുകൾ വേഗത്തിൽ പൂർത്തിയാക്കുവാനും അതുവഴി തങ്ങളുടെ ബിസിനസ് ഫേമിനെ വളരെയധികം ലാഭത്തിലെത്തിക്കുവാനും ഇത് കാരണമായി മാറും. കാരണം കൊമേഴ്സ് എന്ന് പറയുന്ന വാണിജ്യ വ്യാപാര പ്രവർത്തനം നെറ്റ്വർക്ക് മാധ്യമമായ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വാണിജ്യ വ്യാപാര പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്ന ആളുകൾ തമ്മിലുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ പൂർത്തീകരിക്കുവാനും അതുവഴി ബിസിനസ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുടെ വേഗത എളുപ്പത്തിലാക്കുന്നതിനും കൊമേഴ്സ് മീഡിയം സഹായിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യമാണ് ലോ കോസ്റ്റ് എന്ന് പറയുന്നത്. ലോ കോസ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് കൊമേഴ്സ് ഈസ് considerably reduce the cost of business transaction. This increase the profit of the business and reduce the market price of product or services. അതായത് വളരെയധികം ചെലവ് കുറഞ്ഞ രീതിയിൽ ബിസിനസ്സിൻ്റെ എല്ലാ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളെയും പൂർത്തീകരിക്കുവാൻ കൊമേഴ്സ് പ്ലാറ്റ്ഫോം നമ്മളെ സഹായിക്കുന്നു. ഇതുവഴി ബിസിനസ്സുകാരുടെ ലാഭവും വർദ്ധിക്കുന്നതിനും ഇതുവഴി ബിസിനസ്സുകാർ വിൽപ്പനയ്ക്ക് വാഗ്ദാനം ചെയ്യുന്ന കസ്റ്റമേഴ്സിന് വിൽക്കാൻ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുവാനും കാരണമായി മാറുന്നു. അതായത് ബിസിനസ്സുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ നടത്തുന്ന വ്യത്യസ്തമായിട്ടുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളെ വളരെയധികം ചെലവ് ചുരുങ്ങിയ രീതിയിൽ പൂർത്തീകരിക്കുവാൻ അവർക്ക് സാധ്യമാകുന്നു. തൽഫലമായിട്ട് ബിസിനസ്സിൻ്റെ ലാഭം വർദ്ധിക്കുകയും അവർ വിൽപ്പനയ്ക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വില എന്ന് പറയുന്നത് വളരെയധികം കുറയ്ക്കുവാനും അതനുസരിച്ചുകൊണ്ട് വളരെയധികം കുറഞ്ഞ വിലയിൽ സാധനങ്ങളും സേവനങ്ങളും കസ്റ്റമേഴ്സിന് ലഭ്യമാക്കുവാനും കൊമേഴ്സ് പ്ലാറ്റ്ഫോം സഹായിക്കുന്നു. ഇനി മറ്റൊരു കാര്യമാണ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് ഇൻറ്റേർണൽ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു ബിസിനസ്സിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ശരിയായ ദിശയിൽ കൊണ്ടുവരുന്നതിനും ശരിയായ രീതിയിൽ ഭരണകാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടു പോകുന്നതിനും ബിസിനസ്സുകാരെ സഹായിക്കുന്ന ഒന്നാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. കാര്യക്ഷമതയുള്ള ഭരണനിർവഹണ സംവിധാനം ബിസിനസ്സിൽ നടപ്പിലാക്കുന്നതിന് കൊമേഴ്സ് ബിസിനസ്സുകാരെ സഹായിക്കുന്നു. അതാണ് പറഞ്ഞേക്കുന്നത്. എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് ഇൻറ്റേർണൽ പ്രോസസ്സ്. ബിസിനസ്സിൽ നടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളെ ശരിയായ രീതിയിൽ കാര്യക്ഷമതയോടുകൂടി നിയന്ത്രിച്ച് നിർത്തുവാനും ശരിയായ രീതിയിൽ ഭരണനിർവഹണ സംവിധാനം നടപ്പിലാക്കുവാനും ബിസിനസ്സുകാരെ സഹായിക്കുന്ന ഒന്നാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. E-commerce lead to effective management of internal process of a business by better information sharing, accounting, inventory management, employee training and decision making. ഒരു ബിസിനസ്സിൻ്റെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിസിനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെ ശരിയായ രീതിയിൽ നിയന്ത്രിച്ച് നിർത്തുവാനും ശരിയായ ഭരണനിർവഹണ സംവിധാനം നടപ്പിലാക്കുവാനും ബിസിനസ്സിന് സഹായിക്കുന്ന ഒന്നാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇതുവഴി ബിസിനസ്സിലെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളുടെ കൈമാറ്റം,
ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് തീരുമാനിക്കുന്ന അക്കൗണ്ടിംഗ് പ്രോസസ്സ്, ബിസിനസ്സിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ബിസിനസ്സിലെ വ്യത്യസ്തമായിട്ടുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ സഹായിക്കുന്ന കാര്യക്ഷമതയുള്ള എംപ്ലോയീസിൻ്റെ പരിശീലനം, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലുള്ള തീരുമാനം എന്നിവ എടുക്കുന്നതിന് ബിസിനസ്സുകാരെ സഹായിക്കുന്ന ഒന്നാണെന്ന് പറയുന്നത്. ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് ഈ മേഖലയിലൊക്കെയും കാര്യക്ഷമതയുള്ള നടപടിക്രമങ്ങളും അതുപോലെ തന്നെ നിയന്ത്രണ സംവിധാനങ്ങളും നടപ്പിലാക്കാൻ ബിസിനസ്സുകാരെ സഹായിക്കുന്ന ഒന്നാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് വൈഡ് വെറൈറ്റീസ് ഓഫ് ചോയ്സ്, അതായത് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു അവസരം കസ്റ്റമേഴ്സിന് പ്രദാനം ചെയ്യാൻ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി ബിസിനസ്സുകാർക്ക് സാധിക്കുന്നു. അതാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇ കൊമേഴ്സ് ഓഫർ വൈഡ് വെറൈറ്റീസ് ഓഫ് ചോയ്സ് ടു കൺസ്യൂമേഴ്സ് വിച്ച് ഹെൽപ്പ് ദം ടു സെലക്ട് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ആസ് പെർ ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. അതായത് ബിസിനസ്സുകാർക്ക് തങ്ങളുടെ കസ്റ്റമേഴ്സിന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അനുസരിച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങളും അവരുടെ ആവശ്യങ്ങളും അവരുടെ അഭിരുചികളും അറിഞ്ഞുകൊണ്ട് അവർക്ക് മുമ്പിൽ വിൽപ്പനയ്ക്കായിട്ട് വാഗ്ദാനം ചെയ്യുവാൻ വേണ്ടിയുള്ള വിൽപ്പനയ്ക്ക് വെക്കാൻ വേണ്ടിയുള്ള വലിയൊരു പ്ലാറ്റ്ഫോം ആണെന്ന് പറയുന്നത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് അവരുടെ ആവശ്യങ്ങളെയും അവരുടെ അഭിരുചികൾക്ക് അനുസൃതമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും സെലക്ട് ചെയ്യുവാനും വാങ്ങുവാനുമുള്ള ഒരു അവസരം ഇതുവഴി ലഭിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത്, പ്രൊഡക്റ്റ് ഓർ സർവീസ് എൻക്വയറി, ഉൽപ്പന്നവും അതുപോലെ തന്നെ സേവനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം വേഗതയിൽ നടത്തുന്നതിനും അതുവഴി ഉൽപ്പന്നങ്ങളെ പറ്റിയും അതുപോലെ തന്നെ സേവനങ്ങളെ പറ്റിയുമുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യുന്നതിനും ബിസിനസ്സുകാരെയും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും ഒരുപോലെ സഹായിക്കുന്ന ഒരു ഇ കൊമേഴ്സ് ഒരു വാണിജ്യ വ്യാപാര പ്ലാറ്റ്ഫോം, ഒരു വാണിജ്യ വ്യാപാര പ്രവർത്തന തലമാണെന്ന് പറയുന്നത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇ കൊമേഴ്സ് ഹെൽപ്സ് ദ കൺസ്യൂമേഴ്സ് ടു മേക്ക് എൻക്വയറി അബൌട്ട് ദ പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ഡയറക്ട്ലി ടു ദ മാനുഫാക്ചർ. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകനിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും കസ്റ്റമേഴ്സിന് ശേഖരിക്കുവാനും അതുപോലെ തന്നെ മനസ്സിലാക്കുവാനും ഉൽപ്പന്നങ്ങളുടെ ഉപയോഗരീതി മനസ്സിലാക്കുവാനും സഹായിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യമാണ് പ്ലേസിംഗ് ആൻഡ് ഓർഡർ. ഇറ്റ് ഈസ് ആക്ട് ആസ് എ പ്ലാറ്റ്ഫോം ഫോർ പ്ലേസിംഗ് ഓർഡേഴ്സ് ഫോർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. അതായത് കസ്റ്റമേഴ്സിന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും നേരിട്ട് മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിന്നും വാങ്ങുവാൻ വേണ്ടിയുള്ള പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്യാൻ സഹായിക്കുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് എന്തെന്ന് പറയുന്നത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിന് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യത്യസ്ത ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുവാനും ആ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ വേണ്ടിയുള്ള പർച്ചേസ് ഓർഡർ ഫോർവേഡ് ചെയ്യുവാനും ആ പർച്ചേസ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പേയ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യുവാനും സഹായിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു വാണിജ്യ വ്യാപാര പ്രവർത്തന മേഖലയാണ് അല്ലെങ്കിൽ മാധ്യമമാണെന്ന് പറയുന്നത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ്. ഇറ്റ് ഫെസിലിറ്റേറ്റ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ഓഫ് ദി ഗുഡ്സ് ആൻഡ് സർവീസ് പർച്ചേസ്ഡ് ബൈ ദി കൺസ്യൂമർ. അതായത് മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന ഉൽപ്പന്നങ്ങളെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുവാനും ആ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണമിടപാടുകളെ കസ്റ്റമേഴ്സിന് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പൂർത്തീകരിക്കുവാനും സാധിക്കുന്നു. ഈ തരത്തിൽ പർച്ചേസ് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണമിടപാടുകൾ എളുപ്പത്തിലും വളരെയധികം സുരക്ഷിതമായിട്ടും പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന വലിയൊരു വാണിജ്യ വ്യാപാര പ്ലാറ്റ്ഫോമാണിതെന്ന് പറയുന്നത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കമ്പനീസ് ക്യാൻ ഈസിലി മാർക്കറ്റ് ദെയർ പ്രൊഡക്റ്റ് ആൻഡ് ആക്സസ് ലാർജ് നമ്പർ ഓഫ് പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇ കൊമേഴ്സ്. അതായത് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വലിയ രീതിയിൽ വിപണനം നടത്താൻ വേണ്ടിയുള്ള വലിയൊരു വ്യാപാര വാണിജ്യ ശൃംഖലയാണ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വാണിജ്യ വ്യാപാര വിപണിയാണെന്ന് പറയുന്നത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. വ്യത്യസ്തരായിട്ടുള്ള ബിസിനസ്സുകാർക്ക് തങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്ക് എത്തിക്കുവാനും കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ വിപണനം ചെയ്യുവാനും അവരെ സഹായിക്കുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണിതെന്ന് പറയുന്നത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സിനെ എളുപ്പത്തിൽ കണ്ടെത്തുവാനും അവരുടെ ഇടയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ അവരെ പ്രേരിപ്പിക്കാനും സഹായിക്കുന്ന ഒരു വലിയൊരു വാണിജ്യ വ്യാപാര വിപണന ശൃംഖലയാണെന്ന് പറയുന്നത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനും സാധിക്കുന്നു. ഇനി മറ്റൊരു കാര്യമാണ് എന്തൊക്കെ തരത്തിലുള്ള നേട്ടങ്ങളാണ് പ്രധാനമായിട്ടും ഇ കൊമേഴ്സ് വാണിജ്യ വ്യാപാര മാധ്യമം ഉപയോഗിക്കുന്നതുകൊണ്ട് വ്യത്യസ്ത തലത്തിലുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾക്കുള്ള പ്രധാനപ്പെട്ട ഗുണമെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ബെനിഫിറ്റ് ഓഫ് ഇ കൊമേഴ്സ്.
അപ്പോൾ ഇ കോമേഴ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് വ്യത്യസ്തരായിട്ടുള്ള ആളുകളായിരിക്കും. ചിലപ്പോൾ സാധനങ്ങളും സേവനങ്ങളും വിൽക്കാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാർ, സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹം. ഈ തരത്തിലുള്ള ആളുകൾക്ക് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം കൊണ്ട് എന്തൊക്കെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ഉള്ളതെന്നാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ബെനിഫിറ്റ് ടു ദി ബിസിനസ്, അതായത് ബിസിനസ്സുകാർക്ക് എന്തൊക്കെ തരത്തിലുള്ള ഗുണമാണ് പ്രധാനമായിട്ടും ഇ കൊമേഴ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കൊണ്ടുള്ളത്. ആ കാര്യമാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങളാണ് പ്രധാനമായിട്ടും ഇ കോമേഴ്സ് കൊണ്ടുള്ളതെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യമാണ് മാർക്കറ്റ് എക്സ്പാൻഷൻ, അതായത് അവരുടെ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന വിപണി എന്ന് പറയുന്നത് വളരെയധികം വലുതാക്കാൻ സാധിക്കുന്നു. ഇ കോമേഴ്സ് ഹെൽപ്സ് ദ ബിസിനസ് ടു ഈസിലി എക്സ്പാൻഡ് ഇറ്റ്സ് മാർക്കറ്റ് ബേസ് അറ്റ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ അറ്റ് ലെസ് കോസ്റ്റ്. അതായത് ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന വിപണി എന്ന് പറയുന്നത് ദേശീയ തലത്തിലേക്കും അന്തർദേശീയ തലത്തിലേക്കും വളരെയധികം ചെലവ് കുറഞ്ഞ രീതിയിൽ വ്യാപിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒരു വാണിജ്യ വ്യാപാര രീതിയാണിതെന്ന് പറയുന്നത് ഇ കോമേഴ്സ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്താണ്? എഫിഷ്യൻറ്റ് മാർക്കറ്റിംഗ്. അവരുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കാര്യക്ഷമമായിട്ട് വിപണനം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണിതെന്ന് പറയുന്നത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇ കൊമേഴ്സ് ഹെൽപ്സ് ദ കമ്പനീസ് ടു മാർക്കറ്റ് ദ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ടു എ ലാർജ് നമ്പർ ഓഫ് പ്രോസ്പെക്റ്റീവ് ബയേഴ്സ്. അതായത് ഇ കൊമേഴ്സ് എന്ന് പറയുന്ന നെറ്റ്വർക്ക് മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന വാണിജ്യ വ്യാപാര രീതി കൊണ്ട് ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളും തങ്ങൾ വിൽപ്പനയ്ക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വളരെയധികം ചെലവ് കുറച്ച് വലിയ രീതിയിലുള്ള കസ്റ്റമർ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് വിൽപ്പനയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുവാനും വിപണനം ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. അതായത് ഇടനിലക്കാരായിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ മറ്റ് ഇൻ്റർമീഡിയറ്റ്സിനെയും ഒഴിവാക്കുന്നതുകൊണ്ട് തന്നെ ഉൽപ്പാദകനും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സും നേരിട്ട് നടത്തുന്ന വാണിജ്യ വ്യാപാര പ്രവർത്തനമാണ് എന്ന് പറയുന്നത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുവാനും അതുപോലെ തന്നെ അത് വാങ്ങുവാനും വേണ്ടിയുള്ള ചിലവ് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അത് ബിസിനസ്സുകാർക്ക് വളരെയധികം ലാഭമാണ് നേടിക്കൊടുക്കുന്നത്. ഇ കൊമേഴ്സ് ഇലക്ട്രോണിക് ബിസിനസ്സസ് അവോയ്ഡ് മിഡിൽമാൻ ആൻഡ് ദെയർബൈ റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. അതായത് ഉൽപ്പന്നങ്ങളുടെ വിപണനവും അതുപോലെ തന്നെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ടാകുന്ന ഉൽപ്പാദന വിപണന ചെലവ് ഒരു പരിധി വരെ കുറയ്ക്കുവാൻ ബിസിനസ്സുകാരെ സഹായിക്കുന്ന ഒന്നാണ് ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇടനിലക്കാരായിട്ടുള്ള ആളുകളെയും ബാക്കിയുള്ള ഇൻ്റർമീഡിയറ്റ്സിനെയും ഒഴിവാക്കുന്നതുകൊണ്ട് ഉൽപ്പാദകരായിട്ടുള്ള ബിസിനസ്സുകാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ന്യായമായ വളരെയധികം വില കുറച്ചും അതുപോലെ തന്നെ വളരെയധികം ചിലവ് ചുരുങ്ങിയ രീതിയിലും ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾക്ക് വിൽക്കുവാൻ സാധിക്കുന്നു. ഇനി മറ്റൊരു കാര്യമാണ് സ്പീഡ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സുകാർക്ക് തങ്ങളുടെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളെ വളരെയധികം വേഗതയിൽ പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇ കൊമേഴ്സ് ഹെൽപ്സ് ടു സിംപ്ലിഫൈ ദ ബിസിനസ് പ്രോസസ് ആൻഡ് മേക്ക് ദം ഫാസ്റ്റർ ആൻഡ് എഫിഷ്യൻറ്റ്. അതായത് ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ കാര്യക്ഷമതയുള്ള രീതിയിലും വേഗതയാർന്ന രീതിയിലും ബിസിനസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുടെ ഇടപാടുകൾ പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് ഫ്രീ ഫ്രം ഗ്രാഫിക്കൽ ലിമിറ്റേഷൻ, അതായത് ഫ്രീ ഫ്രം ജിയോഗ്രാഫിക്കൽ ലിമിറ്റേഷൻ. അതായത് ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ തങ്ങളുടെ ബിസിനസ് നിലനിൽക്കുന്ന പരിസ്ഥിതി ചുറ്റുപാടിൽ നിന്നും വളരെയധികം വലിയ വിശാലമായ വിപണിയിലേക്ക് എത്തിക്കുവാനും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പരിമിതികളെ ഒഴിവാക്കുവാനും ഇ കൊമേഴ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വേണ്ടി ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള വിപണിയിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നു. അതാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇ കൊമേഴ്സ് ഹെൽപ്സ് ദ ബിസിനസ് ഓർഗനൈസേഷൻ ടു ഡു ദ ബിസിനസ് വേൾഡ് വൈഡ് ബിയോണ്ട് ദ പർട്ടിക്കുലർ പ്ലേസ് ഓർ സ്റ്റോർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടുമുള്ള വിപണിയിലേക്കും അതുപോലെ തന്നെ വിപണന ശൃംഖലയിലേക്കും വളരെയധികം എളുപ്പത്തിൽ വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിക്കാൻ സഹായിക്കുന്ന ഒരു മാധ്യമമാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പരിമിതികളെ ഒഴിവാക്കുവാനും മറികടക്കുവാനും ബിസിനസ്സുകാരെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം സഹായിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യമാണ് ഇൻഫർമേഷൻ ഷെയറിംഗ്. അതായത് ബിസിനസ്സുകാർ നടത്തുന്ന വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളെയും എളുപ്പത്തിലും വളരെയധികം സുരക്ഷിതമായിട്ടും കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇ കൊമേഴ്സ് ഹെൽപ്സ് in the promote an easy
ഡിസിമിനേഷൻ ഓഫ് റെലവൻറ്റ് ബിസിനസ് ഇൻഫർമേഷൻ ടു കൺസ്യൂമേഴ്സ് ആൻഡ് എംപ്ലോയീസ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളെയും വളരെയധികം സുരക്ഷിതമായിട്ടും എളുപ്പത്തിലും കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്കും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന തൊഴിലാളികളുടെ ഇടയിലേക്കും എത്തിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് ഓട്ടോമേറ്റഡ് ബിസിനസ് പ്രോസസ്സിംഗ്. അതായത് ബിസിനസ്സിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളെ യന്ത്രവൽക്കരിക്കുന്നതിനും അതുപോലെ തന്നെ സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണെന്ന് പറയുന്നത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ബിസിനസ്സിൻ്റെ എല്ലാ പ്രവർത്തന തലങ്ങളിലും യന്ത്രവൽക്കരണവും അതുപോലെ തന്നെ സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തന തലവും കൊണ്ടുവരുവാൻ ബിസിനസ്സുകാരെ സഹായിക്കുന്ന ഒന്നാണെന്ന് പറയുന്നത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ബിസിനസ്സുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായിട്ട് കൂടുതൽ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇ കൊമേഴ്സ് ഫെസിലിറ്റേറ്റ് ടു ഓട്ടോമേഷൻ ഇന്റേണൽ പ്രോസസ് ഓഫ് ബിസിനസ് സച്ചസ് അക്കൗണ്ടിങ്, ഇൻവെന്ററി മാനേജ്മെൻറ്റ്, എംപ്ലോയി ട്രെയിനിങ്. ദിസ് ഹെൽപ്സ് ടു എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ബിസിനസ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്ത തലങ്ങളിലായിട്ട് നടക്കുന്ന വ്യത്യസ്ത പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ വേണ്ടി സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുവാനും കൂടുതൽ എളുപ്പത്തിൽ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാനും ഇ കൊമേഴ്സ് ബിസിനസ്സുകാരെ സഹായിക്കുന്നു. ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് തീരുമാനിക്കുന്ന അക്കൗണ്ടിംഗ് പ്രോസസ്സ്, ബിസിനസ്സിൻ്റെ സ്റ്റോക്കിൻ്റെ വരവും വിൽപ്പനയും നിയന്ത്രിക്കുന്ന ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഓരോരോ വാണിജ്യ പ്രവർത്തനങ്ങളും കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ സഹായിക്കുന്ന എംപ്ലോയീസ്, അവർക്ക് കൂടുതൽ പരിശീലനം പരിജ്ഞാനം നൽകുവാനും ഒക്കെ എന്ത് ചെയ്യാൻ സഹായിക്കുന്നു. ആ തരത്തിലുള്ള സേവനങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നത് സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സാങ്കേതികവിദ്യയുടെ സഹായത്തോടു കൂടി പൂർത്തീകരിക്കാൻ ഇ കൊമേഴ്സ് ബിസിനസ്സുകാരെ സഹായിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ബിസിനസ്സിലെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങൾ എളുപ്പത്തിൽ എടുക്കുന്നതിനും കൂടുതൽ കാര്യക്ഷമതയോടുകൂടി ആ തീരുമാനങ്ങൾ ബിസിനസ്സിൽ നടപ്പിലാക്കുന്നതിനും ബിസിനസ്സുകാർക്ക് സാധിക്കുന്നു ഇ കൊമേഴ്സ് മൂലം. പിന്നെ മറ്റൊരു കാര്യമാണ് ബെനിഫിറ്റ് ടു ദി കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം കൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യമാണ് റൗണ്ട് ക്ലോക്ക് സർവീസ്. അതായത് ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സാധനങ്ങളും സേവനങ്ങളും ഏത് സമയത്തും ഈ ലോകത്തിൻ്റെ ഏത് മൂലയ്ക്കയിൽ നിന്നും ഏത് വിപണിയിൽ നിന്നും പർച്ചേസ് ചെയ്യുവാനുള്ള ഒരു അവസരമാണ് പ്രധാനമായിട്ട് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം പ്രദാനം ചെയ്യുന്നത്. അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഇ കൊമേഴ്സ് ഈസ് ഓഫർ റൗണ്ട് ക്ലോക്ക് സർവീസ് ടു ദി കസ്റ്റമേഴ്സ്. പീപ്പിൾ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ക്യാൻ ഡീൽ ത്രൂ ഇ കൊമേഴ്സ്. അതായത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള വാണിജ്യ വ്യാപാര സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. ലോകത്തുള്ള ആളുകൾക്ക് ഏത് സമയത്തും ലോകത്തിൻ്റെ ഏത് സ്ഥലത്തിരുന്നു കൊണ്ടും സാധനങ്ങളും സേവനങ്ങളും വാങ്ങുവാൻ വേണ്ടിയുള്ള 24 മണിക്കൂർ എന്ന് പറയുന്ന വാണിജ്യ വ്യാപാര പ്രവർത്തനം ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് കസ്റ്റമേഴ്സിന് വാഗ്ദാനം ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് റീസണബിൾ പ്രൈസ്. അതായത് കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യത്യസ്ത കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ അവരുടെ ബഡ്ജറ്റ് അനുസരിച്ചുകൊണ്ട് ന്യായമായ വിലയിൽ വാങ്ങുവാൻ വേണ്ടിയുള്ള ഒരു അവസരം ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ടും പറയുന്നത്. കസ്റ്റമേഴ്സ് ക്യാൻ അവൈൽ പ്രൊഡക്റ്റ് ഓർ സർവീസസ് അറ്റ് റീസണബിൾ പ്രൈസ് ത്രൂ ദ ഇ കൊമേഴ്സ് ആസ് ദ റിസൾട്ട് ഓഫ് ആബ്സൻസ് ഓഫ് മിഡിൽമാൻ റെഡ്യൂസ് ദ ഓവർ ഹെഡ് ഓഫ് കോസ്റ്റ്. അതായത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇ കൊമേഴ്സ് വാണിജ്യ വ്യാപാര ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ പ്രധാനമായിട്ടും ഉൽപ്പാദകനും അതുപോലെ തന്നെ ഉപഭോക്താവും നേരിട്ടുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളായതുകൊണ്ട് തന്നെ ഉൽപ്പാദകരായിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി ഏതെങ്കിലും ഈ തരത്തിലുള്ള ഇടനിലക്കാരായിട്ടുള്ള ആളുകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മിഡിൽമാൻ്റെയോ ഇൻ്റർമീഡിയറ്റ്സിൻ്റെ സഹായം തേടേണ്ടതിൻ്റെ ആവശ്യകതയില്ല ഇ കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളിൽ. അതുകൊണ്ട് തന്നെ എന്താണ് ഉൽപ്പാദകരായിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് കസ്റ്റമേഴ്സിന് വിൽക്കുവാൻ സാധിക്കുന്നു. അവർക്ക് വലിയ രീതിയിലുള്ള ഉൽപ്പാദന ചെലവ് വിപണന ചെലവ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയിൽ ലഭിക്കുന്നതിന് എന്ത് കാരണമായി മാറുന്നു? പ്രധാനമായിട്ടും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം കാരണമായി മാറുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോംപ്റ്റ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കസ്റ്റമേഴ്സിന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപ്പന്നങ്ങൾ ഏത് സമയത്തും വാങ്ങി ഉപയോഗിക്കുവാൻ സാധിക്കും. ഇത്തരത്തിൽ കസ്റ്റമേഴ്സിൻ്റെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളെ ഉടനടി പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന ഒരു മാധ്യമമാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് റെഡി ടു ഇൻഫർമേഷൻ. കസ്റ്റമേഴ്സിനെ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ്
അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യത്യസ്ത ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എളുപ്പത്തിൽ അവർക്ക് ലഭിക്കുവാൻ സാധ്യമാകുന്ന ഒരു മാധ്യമമാണെന്ന് പറയുന്നത് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഈ കസ്റ്റമേഴ്സ് ക്യാൻ ഒബ്റ്റെയിൻ ദ റെലവൻറ്റ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ വിത്തിൻ സെക്കൻഡ്സ് റാദർ ദാൻ വെയിറ്റിംഗ് ഫോർ ഡേയ്സ് ഓർ വീക്ക്. അതായത് ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു മാനുഫാക്ചറുടെ കൈകളിൽ നിന്നും തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തങ്ങളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനനുസരിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള ഏറ്റവും എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളെയും നിമിഷങ്ങൾക്കുള്ളിൽ അവർക്ക് ലഭ്യമാക്കുവാൻ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഉൽപ്പന്നത്തെ പറ്റിയുള്ള വിവരങ്ങൾ അറിയുവാൻ മാസങ്ങളോ അല്ലെങ്കിൽ ദിവസങ്ങളോ കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നില്ല. പിന്നെ മറ്റൊരു കാര്യമാണ് വൈഡ് വെറൈറ്റീസ് ഓഫ് ചോയ്സ്. അതായത് കസ്റ്റമേഴ്സിന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപ്പന്നങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള വലിയൊരു വിപുലമായ ശേഖരം തന്നെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ളവ അവർക്ക് സെലക്ട് ചെയ്യുവാനും അതുപോലെ അനുയോജ്യമായവ കണ്ടെത്തുവാനും എളുപ്പത്തിൽ സാധിക്കുന്നു. കസ്റ്റമേഴ്സ് can get wide varieties of choice of e-commerce deals. This helps them to compare quality and price different product and choose the product according to their taste and preference. അതായത് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇ-കൊമേഴ്സ് ഇടപാടുകളിൽ ആധുനിക നെറ്റ്വർക്ക് മാധ്യമമായി ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന വാണിജ്യ വ്യാപാര ശൃംഖലയായ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വ്യത്യസ്തമായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത കമ്പനികളുടെ വ്യത്യസ്ത ക്വാളിറ്റിയുള്ള വ്യത്യസ്ത പ്രൈസ് ഓഫറുകളുള്ള വ്യത്യസ്ത സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് വെച്ച് വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളുടെ പ്രോഡക്റ്റുകൾ പരസ്പരം താരതമ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അനുയോജ്യമായവ എളുപ്പത്തിൽ കണ്ടെത്തുവാനും അത് വാങ്ങുവാനും സാധിക്കും. മറ്റൊരു കാര്യമാണ് ഇനി നമ്മുടെ സമൂഹത്തിന് എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളതെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അത് ജസ്റ്റ് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യമാണ് പീപ്പിൾ നീഡ് നോട്ട് ട്രാവൽ ടു ഷോപ്പ് എ പ്രോഡക്റ്റ്, ദസ് ലെസ് ട്രാഫിക് ഓൺ റോഡ്, ലോ എയർ പൊല്യൂഷൻ. അതായത് നമ്മുടെ സമൂഹത്തിന് ഇ-കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ കൊണ്ട് വലിയൊരു ഗുണമാണ് ഉള്ളത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കോവിഡ് പശ്ചാത്തലത്തിൽ ഇരിക്കുന്നവരാണ് അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും വീടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അടങ്ങിയിരിക്കേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ കടകളിൽ പോയി വാങ്ങുവാൻ നമുക്ക് സാധിക്കാതെ വരുന്നു അല്ലേ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുവാൻ സാധിക്കുന്നു. ഇതുവഴി നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന പരിസര മലിനീകരണം, അതുപോലെ തന്നെ വായു മലിനീകരണം, അതുപോലെ തന്നെ ട്രാഫിക് ബ്ലോക്ക് മുതലായവ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കുന്നു. ഇതുവഴി നമ്മുടെ സമൂഹത്തിനും അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിക്കും വളരെയധികം ഗുണമാണ് ഉള്ളത്. മറ്റൊരു കാര്യമാണ് ഇ-കൊമേഴ്സ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് പ്രോഡക്ട്സ് സോ പുവർ പീപ്പിൾ ക്യാൻ ആൾസോ അഫോർഡ് ദി പ്രോഡക്റ്റ്. അതായത് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം വരുന്നത് വഴി സമൂഹത്തിലെ എല്ലാ തലത്തിലുള്ള ആളുകൾക്കും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് ലഭിക്കുവാൻ തുടങ്ങി. തൽഫലമായിട്ട് പാവപ്പെട്ട ആളുകൾക്കും വളരെയധികം ക്വാളിറ്റി ഉള്ളതും അതുപോലെ ഗുണമേന്മയുള്ളതുമായിട്ടുള്ള കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമാണ് ഇ-കൊമേഴ്സ് ഹാസ് ഇനേബിൾഡ് റൂറൽ ഏരിയസ് ടു ആക്സസ് സർവീസ് പ്രൊഡക്റ്റ് വിച്ച് ആർ അതർവൈസ് നോട്ട് അവൈൽ ടു ദം. അതായത് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി ലോകത്തുള്ള ഏതൊരു ബിസിനസ്സുകാരുടെ പക്കൽ നിന്നും ഏതൊരു കസ്റ്റമേഴ്സിനും സാധനം വാങ്ങുവാൻ സാധിച്ചു. തൽഫലമായിട്ട് ഇ-കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ വഴി ഈ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണനം ഗ്രാമീണ മേഖലകളിൽ സാധ്യമായി. തൽഫലമായിട്ട് ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റി, ലോകത്ത് ഏത് മേഖലയിലുള്ള വിപണിയിൽ നിന്നും തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ ഗ്രാമീണരായിട്ടുള്ള കസ്റ്റമേഴ്സിന് സാധ്യമായി. ഇനി മറ്റൊരു കാര്യമാണ് ഇ-കൊമേഴ്സ് ഹെൽപ്സ് ദ ഗവൺമെൻറ് ടു ഡെലിവർ ദ പബ്ലിക് സർവീസ് സച്ച് ആസ് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, സോഷ്യൽ സർവീസ് അറ്റ് റെഡ്യൂസ് കോസ്റ്റ് ഇൻ ഇംപ്രൂവ്ഡ് മാനർ. അതായത് നമ്മുടെ ഇ-കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിലെ ആളുകളെ മാത്രമല്ല നമ്മുടെ ഗവൺമെൻറ്റിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിന് സമൂഹത്തിന് പ്രദാനം ചെയ്യേണ്ട വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക സേവനങ്ങൾ, ഉദാഹരണം ഹെൽത്ത് കെയർ, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സാമൂഹിക സേവനങ്ങൾ മുതലായ കാര്യങ്ങൾ വളരെയധികം ചിലവ് കുറച്ച് വളരെയധികം ഗുണമേന്മയുള്ള രീതിയിൽ സമൂഹത്തിലെ ആളുകൾക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കുന്നു. അതിന് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഗവൺമെൻറ്റിനെ സഹായിക്കുന്നു. ഇനി മറ്റൊരു കാര്യമാണ് ഇ-കൊമേഴ്സ് എനേബിൾ ദ സ്റ്റുഡൻസ് ടു ലേൺ അക്വയർ നോളജ് ത്രൂ ഓൺലൈൻ. അതായത് നമുക്കൊക്കെ അറിയാം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ കുട്ടികളായിട്ടുള്ള കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കൂളിലോ അല്ലെങ്കിൽ മറ്റു വിദ്യാഭ്യാസ ശാലകളിലോ പോകാൻ സാധിക്കുന്നില്ല അല്ലേ. തൽഫലമായിട്ട് എല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് കുട്ടികൾക്ക് അറിവും അതുപോലെ തന്നെ അവരുടെ ക്ലാസ്സുകളും കണ്ടക്ട് ചെയ്യുന്നത്. ഇത് എന്ത് കാരണമാണ് സാധ്യമായത്? ഇത് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം മൂലമാണ് സാധ്യമായത്. അതായത് കുട്ടികളായിട്ടുള്ള ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള പഠനപരമായിട്ടുള്ള മേഖലയിൽ ഉണ്ടാകുന്ന സംശയങ്ങൾക്കും പുതിയ അറിവുകൾക്കും അത് എളുപ്പത്തിൽ കുട്ടികൾക്ക് ലഭിക്കുന്നതിനും വളരെ കുറഞ്ഞ
കുറഞ്ഞ നിരക്കിൽ കുട്ടികൾക്ക് ലഭിക്കുന്നതിനും ഗുണമേന്മയുള്ള പഠന സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും ഇ കോമേഴ്സ് വാണിജ്യ വ്യാപാരം സഹായിച്ചു. പിന്നെ മറ്റൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത്, ഇ കോമേഴ്സ് ഹെൽപ്സ് ദ പീപ്പിൾ ഡൗൺലോഡ് മ്യൂസിക് വീഡിയോസ്, ഗോ ത്രൂ ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആൻഡ് റിവ്യൂസ്. ഇറ്റ് പെർമിറ്റ് ദ പീപ്പിൾ ടു ബുക്ക് ദ ടിക്കറ്റ് ടു ദ മൂവീസ് ഓൺലൈൻ. ഇത് കൂടാതെ തന്നെ ആളുകൾക്ക് വിനോദ പരിപാടികൾ, അതുപോലെ തന്നെ മ്യൂസിക്സ്, സിനിമാസ്, അതുപോലെ തന്നെ എന്താണ് മറ്റ് ഉല്ലാസ മേഖലകളിലുള്ള പരിപാടികൾ ഒക്കെയും എന്താണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടു കൂടി വളരെയധികം കുറഞ്ഞ നിരക്കിൽ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യുവാനും കേൾക്കുവാനും സാധിക്കുന്നു. ഇനി മറ്റൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത്, ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി എന്താണ് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾക്ക് അവരുടെ മാനസിക ഉല്ലാസത്തിനും അതുപോലെ തന്നെ വിനോദത്തിനും ഇത് കാരണമായി മാറുന്നു. പിന്നെ മറ്റൊരു കാര്യമാണ് ഇ കോമേഴ്സ് ഹെൽപ്സ് ദ പീപ്പിൾ ഗെറ്റ് ആൻ ഈസി ആക്സസ് ഇൻ ഇൻഫർമേഷൻ സേ ഫ്രം ടൂറിസം ടു ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ്. ഓക്കെ, അതായത് പുതിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകളെ പറ്റിയും അതുപോലെ തന്നെ ടൂറിസം മേഖലയെ പറ്റിയുമുള്ള അറിവുകൾ സമൂഹത്തിലെ ആളുകൾക്ക് വളരെയധികം ചിലവ് കുറഞ്ഞ രീതിയിൽ ലഭിക്കുന്നതിന് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം സഹായിച്ചു. തൽഫലമായിട്ട് എന്താണ് ലോകത്തെമ്പാടുമുള്ള വ്യത്യസ്തമായിട്ടുള്ള വിനോദസഞ്ചാര മേഖലകളെ പറ്റിയും അതുപോലെ തന്നെ യാത്രാ സംവിധാനങ്ങളെ പറ്റിയും അതുപോലെ തന്നെ താമസ സൗകര്യങ്ങളെ പറ്റിയും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് അറിയാൻ സാധിച്ചു. ഇതുകൂടാതെ തന്നെ എന്താണ് വിനോദസഞ്ചാര മേഖല എന്ന് പറയുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടു കൂടി കൂടുതൽ വികസിക്കുകയും അതുപോലെ തന്നെ വിനോദസഞ്ചാര വ്യവസായ മേഖല കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുകയും കൂടുതൽ കാര്യക്ഷമമാവുകയും ചെയ്തു. തൽഫലമായിട്ട് ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് വളരെയധികം ചിലവ് കുറഞ്ഞ രീതിയിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്താണ് താമസ സൗകര്യങ്ങൾ അതുപോലെ തന്നെ വിനോദസഞ്ചാര ട്രെക്കിംഗ് പരിപാടികളൊക്കെ നടത്തുന്ന ആളുകൾക്ക് അവരുടെ വ്യാപാര പ്രവർത്തനങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടു കൂടി ലോകത്തിൻ്റെ വിവിധ ദിശയിലുള്ള കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചു കൊടുക്കുവാനും സാധ്യമായി. ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിന് ഇ കൊമേഴ്സ് എന്ന് പറയുന്ന വാണിജ്യ വ്യാപാര മാധ്യമം കൊണ്ടുണ്ടായ നേട്ടങ്ങളാണ്. ഇനി എന്തൊക്കെ തരത്തിലുള്ള പോരായ്മകളാണ് പ്രധാനമായിട്ടും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിനുള്ളതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ മേജർ ലിമിറ്റേഷൻസ് ഓഫ് ഇ കൊമേഴ്സ് ആർ ആസ് ഫോളോസ്. താഴെ പറഞ്ഞിരിക്കുന്ന പോരായ്മകൾ ഇ കൊമേഴ്സ് എന്ന് പറയുന്ന വാണിജ്യ വ്യാപാര ശൃംഖലയുടെ പ്രധാനപ്പെട്ട ദൂഷ്യവശങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്, ഇ കൊമേഴ്സ് ഈസ് നോട്ട് ആക്സസിബിൾ ടു പീപ്പിൾ who do not have ടെക്നോളജിക്കൽ കോമ്പറ്റൻസി ആൻഡ് ഇൻ്റർനെറ്റ് സ്കിൽ. അതായത് സാങ്കേതിക വിദ്യയെ പറ്റിയുള്ള പരിജ്ഞാനമില്ലാത്തവർക്കും അതുപോലെ തന്നെ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള നെറ്റ്വർക്ക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് പരിശീലനമില്ലാത്ത ആളുകൾക്കും ഒരിക്കലും ഇ കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനോ ആ ഇടപാടുകൾ പൂർത്തിയാക്കുവാനോ ഒരിക്കലും സാധിക്കുകയില്ല. അതായത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ദൂഷ്യവശമാണിത്. സമൂഹത്തിലെ വിദ്യാഭ്യാസം കുറഞ്ഞ സാങ്കേതിക വിദ്യയിൽ അതിൽ ടെക്നോളജിക്കൽ നോളജ് ഇല്ലാത്തതും അതുപോലെ തന്നെ എന്താണ് ഇൻ്റർനെറ്റ് കൈകാര്യം ചെയ്യാൻ വശമില്ലാത്ത ആളുകളുമായിട്ടുള്ള വ്യക്തികൾക്ക് ഒരിക്കലും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി തങ്ങളുടെ ബിസിനസ്സിൻ്റെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ കണ്ടക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി മറ്റൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത്, ഇ കൊമേഴ്സ് ഈസ് നോട്ട് സൂറ്റബിൾ ഫോർ പെരിഷബിൾ ഗുഡ്സ്. അതായത് പെട്ടെന്ന് നശിച്ചു പോകുന്ന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ വ്യവസായങ്ങൾക്കോ ഒരു വ്യാപാര പ്രവർത്തനങ്ങൾക്കോ ഒരിക്കലും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം അനുയോജ്യമല്ല. അതായത് ഫുഡ് ഐറ്റംസ് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഉൽപ്പന്നങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അവയൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല. അവയൊക്കെയും നമുക്കൊരിക്കലും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധിക്കുകയില്ല. പിന്നെ മറ്റൊരു കാര്യമാണ് നെറ്റ്വർക്ക് ഹാക്കിംഗ് ആൻഡ് സൈബർ അറ്റാക്ക്, പ്രൈവസി ഇഷ്യൂസ് റെഡ്യൂസ് ദ മെറിറ്റ്സ് ഓഫ് ഇ കൊമേഴ്സ്. അതായത് നമ്മുടെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുന്നത് നെറ്റ്വർക്ക് മാധ്യമമായി ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ്. സോ ഇൻ്റർനെറ്റിൻ്റെ കവറേജ് അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ റേഞ്ച്, സ്പീഡ്, അതുപോലെ തന്നെ എന്താണ് സൈബർ അറ്റാക്കുകൾ, ഹാക്കിങ് മുതലായവയൊക്കെ എന്താണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്ന വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുടെ ഗുണമേന്മയെ നശിപ്പിച്ച് കളയുന്ന ഒന്നാണ്. തൽഫലമായിട്ട് എന്താണ് വളരെയധികം ഇൻ്റർനെറ്റ് കവറേജ് കുറഞ്ഞ മേഖലയിലും അതുപോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ സേവനങ്ങൾ കുറഞ്ഞ മേഖലയിലും ഒരിക്കലും ഇ കൊമേഴ്സ് വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങൾ ഒരിക്കലും സാധ്യമാവുകയില്ല. ഇത് ഇ കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് കണക്കാക്കപ്പെടുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത്, പുവർ ഇൻ്റർനെറ്റ് കണക്ഷൻ ആൻഡ് ലോ സ്പീഡ് വിൽ ഡിസ്പ്രൂട്ട് ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുന്നത്, ഇ കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നത് തന്നെ എന്താണ് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് വളരെയധികം കുറഞ്ഞ രീതിയിലുള്ള നെറ്റ്വർക്ക് റേഞ്ചും അതുപോലെ തന്നെ പൂറായിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷനും ഒരിക്കലും ഇ കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് പൂർത്തീകരിക്കാൻ സഹായിക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ
ബയേഴ്സ് ടു ടച്ച് ആൻഡ് ഫീൽ ദ പ്രോഡക്റ്റ് ഇ-കൊമേഴ്സ്. അതായത് സാധനങ്ങൾ സേവനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളായിട്ടുള്ള കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും അവർ വാങ്ങുവാൻ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അവർ വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങൾ നേരിട്ട് പരിശോധിക്കുവാനോ തൊട്ട് നോക്കുവാനോ അതിൻ്റെ ഗുണനിലവാരം എന്തുമാത്രമുണ്ട് എന്ന് വിലയിരുത്തുവാനോ സാധിക്കുകയില്ല ഇ-കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളിൽ. ഇതും അതിൻ്റെ ഒരു ഡ്രോബാക്ക് തന്നെയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെ രീതിയിലാണ് പ്രധാനമായിട്ടും ഇ-കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനം കണ്ടക്ട് ചെയ്യുന്നതാണ് പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു ഇ-കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് എങ്ങനെയാണ് സാധ്യമാവുക, അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ കാര്യമാണ് ഡൊമെയിൻ രജിസ്ട്രേഷൻ ആൻഡ് വെബ് ഹോസ്റ്റിംഗ്. ഇതാണ് ആദ്യത്തെ ഘട്ടമെന്ന് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ബിസിനസ്സുകാരനാണെങ്കിൽ എൻ്റെ ഉൽപ്പന്നങ്ങൾ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ വിറ്റഴിക്കണമെങ്കിൽ എനിക്ക് ഒരു ഡൊമെയിൻ രജിസ്ട്രേഷനും എടുത്തുണ്ടാകണം, അതുപോലെ തന്നെ ഒരു വെബ് ഹോസ്റ്റിംഗും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, എനിക്ക് എൻ്റെ ഉൽപ്പന്നങ്ങൾ ലോകം ആഗോളതലത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വിപണികളിലെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടെ കൂടി എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ രജിസ്ട്രേഷൻ എടുക്കുന്ന സെയിം രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുന്നു. ആ ഒരു രജിസ്ട്രേഷൻ എടുക്കുന്നതിനെയാണ് ഡൊമെയിൻ രജിസ്ട്രേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുവഴി നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു അക്കൗണ്ട് ഉണ്ടാക്കുന്നു. ആ അക്കൗണ്ട് വഴി ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പേരിൽ ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ആ അക്കൗണ്ട് വഴിയായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഉൽപ്പന്നങ്ങൾ, നമ്മൾ വ്യത്യസ്തരായുള്ള ബിസിനസ്സുകാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ നമ്മൾ അപ്ലോഡൊക്കെ ചെയ്യുന്നത്. അതിന് ഏറ്റവും ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഡൊമെയിൻ രജിസ്ട്രേഷനും വെബ് ഹോസ്റ്റിങ്ങുമാണ്. ഈ ഡൊമെയിൻ രജിസ്ട്രേഷൻ വെബ് ഹോസ്റ്റിംഗ് ഉണ്ടെങ്കിൽ തന്നെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആഗോളതലത്തിലുള്ള വേൾഡ് വൈഡ് വെബ് ഇൻ്റർനെറ്റ് കണക്ഷനുമായി നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ വിവരങ്ങളെ ലിങ്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതുവഴി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയുള്ള ഓൺലൈൻ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷന് വേണ്ടിയുള്ള ഒരു പ്രത്യേക അവകാശം നമ്മൾ വേൾഡ് വൈഡ് വെബിൽ നേടിയെടുക്കുന്നതിനെയാണ് ഡൊമെയിൻ രജിസ്ട്രേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ഫേസ് ഓഫ് ഇ-കൊമേഴ്സ് യൂസിങ് ദ നെയിം ഓഫ് വെബ്സൈറ്റ് ആൻഡ് ഒബ്റ്റെയിനിങ് ദ രജിസ്ട്രേഷൻ വിച്ച് ഗീവ് എക്സ്ക്ലൂസീവ് റൈറ്റ് എ പേഴ്സൺ ഓർ കമ്പനി ടു യൂസ് ഇറ്റ്. അതായത് നമുക്ക് വേൾഡ് വൈഡ് വെബിൽ അല്ലെങ്കിൽ നമുക്ക് ലോകത്തെമ്പാടും വ്യാപിച്ച് കിടക്കുന്ന ആഗോള ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക് ശൃംഖലയിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി ഇ-കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്ലാറ്റ്ഫോമിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡൊമൈൻ നെയിമും അതുപോലെ തന്നെ രജിസ്ട്രേഷനും പൂർത്തിയാക്കണം. ആ ഡൊമൈൻ നെയിമും രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക അവകാശം നമുക്ക് വിപണിയിൽ ലഭിക്കുന്നു. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുവഴി ഒരു രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന വ്യക്തിക്കോ കമ്പനിക്കോ അവർക്ക് ലോകമെമ്പാടുമുള്ള വേൾഡ് വൈഡ് വെബ് ഇൻ്റർനെറ്റ് കണക്ഷനെ ആക്സസ് ചെയ്യാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലോഡിങ് ദി പ്രോഡക്റ്റ് ഇൻഫർമേഷൻ ആൻഡ് കാറ്റലോഗ്. അതായത് ഏതൊരു ബിസിനസ്സുകാരനും ആയിക്കോട്ടെ, ഏതൊരു വ്യക്തിയും ആയിക്കോട്ടെ, അയാൾ വിൽപ്പനയ്ക്ക് വാഗ്ദാനം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള വിവരങ്ങളും ഇൻഫർമേഷൻസും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിക്കുവാൻ വേണ്ടി, കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് കാണുവാൻ വേണ്ടി, അവർക്ക് ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, അത് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഏതൊരു ബിസിനസ്സുകാരനും തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ഡൊമൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, വെബ് ഹോസ്റ്റിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അയാളുടെ ബിസിനസ് ഉൽപ്പന്നങ്ങളെ പറ്റി, അയാൾ വിൽപ്പനയ്ക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഉൽപ്പന്നങ്ങളെ പറ്റിയോ സേവനങ്ങളെ പറ്റിയുള്ള വിവരങ്ങളും മറ്റ് ഡീറ്റെയിൽസും മറ്റ് കാറ്റലോഗും എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകണം. അതാണ് പ്രധാനമായിട്ടും പറയുന്നത്. ദ വെബ്സൈറ്റ് ദ കമ്പനി ഷുഡ് ഗീവ് ദ റെലവൻറ്റ് പ്രോഡക്റ്റ് ഇൻഫർമേഷൻ ടു വിസിറ്റേഴ്സ്. ഇറ്റ് ഇൻക്ലൂഡ് ഫീച്ചർ സ്പെസിഫിക്കേഷൻ ഓഫ് ദി പ്രോഡക്റ്റ്, ഇമേജ്, പ്രൈസ് ഡീറ്റെയിൽസ് എക്സെട്ര. അതായത് കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾ ഓൺലൈൻ വന്ന് കഴിഞ്ഞാൽ ഏത് ബിസിനസ്സുകാരനാണോ ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, ആ ബിസിനസ്സുകാരൻ്റെ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നതിന് വേണ്ടി പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, പ്രോഡക്റ്റിൻ്റെ യൂസസ്, പ്രോഡക്റ്റിൻ്റെ നീഡ്സ്, പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ്, പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സ്, പ്രൈസ്, വ്യത്യസ്തമായിട്ടുള്ള ഓഫറുകൾ മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകണം. പ്രോഡക്റ്റിൻ്റെ ഇമേജ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകണം. ഇതാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് ഷോപ്പിംഗ് കാർട്ട് എന്ന് പറയുന്നത്. ഷോപ്പിംഗ് കാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഒരു ബിസിനസ്സുകാരൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു സ്റ്റോറിനെയാണ് ഷോപ്പിംഗ് കാർട്ട് എന്ന് പറയുന്നത്.
ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു സ്റ്റോറിൽ നിന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ അവരുടെ ബാഗിലേക്ക് അല്ലെങ്കിൽ അവർക്ക് വാങ്ങുവാൻ വേണ്ടി അവർക്ക് സെലക്ട് ചെയ്യുവാനും അതുപോലെ തന്നെ ആ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കുവാനും സാധിക്കുന്നു. ഇതുകൂടാതെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് എങ്കിൽ അവരുടെ ഈ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളുടെ ഷോപ്പിംഗ് കാർട്ടിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എടുത്തു വയ്ക്കുവാനും വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ സെർച്ച് ചെയ്ത് പരിശോധിച്ച് നോക്കുവാനും സാധിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടയിലൊക്കെ ചെല്ലുമ്പോൾ വലിയൊരു അലമാരിയിൽ നമ്മൾ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ ഇരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഓരോ ഉൽപ്പന്നങ്ങളും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് സ്വയം പരിശോധിക്കുവാനും അത് നമ്മളുടെ പാഴ്സൽ സഞ്ചിയിലേക്ക് എടുത്തു വയ്ക്കുവാനും സാധിക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഓൺലൈനായിട്ട് നമുക്ക് ഏതൊരു കമ്പനിക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചേക്കുന്ന ഒരു ഷോപ്പിംഗ് കാർട്ട് കാണും. അതിൻ്റെ ഉള്ളിലാണ് ആ കമ്പനി വിൽപ്പനയ്ക്ക് വാഗ്ദാനം ചെയ്തേക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാവുക. അപ്പോൾ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾ അവരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഈ ഷോപ്പിംഗ് കാർട്ടിൽ നിന്നും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുക. അവയെ സംബന്ധിക്കുന്ന വിവരങ്ങളും എടുത്ത് നോക്കുവാൻ പറ്റും. അത് അവരുടെ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് അവരുടെ പർച്ചേസിംഗ് കിറ്റിലേക്ക് എടുത്ത് വയ്ക്കുവാൻ സെലക്ട് ചെയ്ത് വയ്ക്കുവാനും സാധിക്കും. ഈ തരത്തിൽ വിവരങ്ങളെ പർച്ചേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ആഡ് ചെയ്യുവാനും അതുപോലെ തന്നെ കൂട്ടിച്ചേർക്കുവാനും സഹായിക്കുന്ന ഒന്നാണ് ഷോപ്പിംഗ് കാർട്ട് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂർ സെർവർ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് നമ്മൾ ഏറ്റവും ആദ്യത്തെ ഘട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സുകാർ അവരുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടെ വിറ്റഴിക്കാൻ വേണ്ടി ഡൊമൈൻ നെയിമും ഡൊമൈൻ രജിസ്ട്രേഷൻ വെബ് ഹോസ്റ്റിംഗും ചെയ്തു. പിന്നെ പ്രൊഡക്റ്റുകൾ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്തു. പിന്നെ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ സെലക്ട് ചെയ്യുവാൻ വേണ്ടി ഷോപ്പിംഗ് കാർട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റോർ തുറന്നു. അവിടെയാണ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂർ സെർവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളും അവരുടെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ സഹായം നെറ്റ്വർക്ക് മാധ്യമമായ ഇൻ്റർനെറ്റ് സഹായത്തോടു കൂടിയാണ് അല്ലേ. അപ്പോൾ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾ വ്യത്യസ്തമായിട്ടുള്ള പേയ്മെൻറ്റുകളും വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പണമിടപാടുകൾ പൂർത്തിയാക്കാറുണ്ട്. അത് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് പൂർത്തിയാക്കുന്നത്. ഈ തരത്തിൽ അവർ അവരുടെ ATM കാർഡിൻ്റെ നമ്പറോ അല്ലെങ്കിൽ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അത് ബാക്കിയുള്ള ഏതെങ്കിലും അൺഓതറൈസ്ഡ് ഉള്ള വ്യക്തികൾ ആക്സസ് ചെയ്യാതെ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളുടെ പണപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളെയും ഏറ്റവും സുരക്ഷിതവും അതുപോലെ തന്നെ സേഫായിട്ട് വയ്ക്കുവാൻ വേണ്ടിയാണ് സെക്യൂർ സെർവർ എന്ന് പറയുന്ന ഒരു സംഭവം ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ദ സെക്യൂർ സെർവർ ഈസ് ഹൈയസ്റ്റ് സെക്യൂരിറ്റി ടു ദ കൊമേഴ്സ് ട്രാൻസാക്ഷൻ. Security highly essential to e-commerce transaction. Avoid cyber attack fraud because customers have give their debit card information and bank details settlement of payments. അതായത് വാണിജ്യപരമായിട്ടുള്ള ഈ നെറ്റ്വർക്ക് മാധ്യമമായ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾക്ക് സെക്യൂർ സെർവർ ആവശ്യമാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ അവരുടെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിനായിട്ട് പണമിടപാട് നടത്തുന്നത് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ മറ്റ് ബാങ്ക് ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. ഈ തരത്തിലുള്ള അവരുടെ വിവരങ്ങൾ ഒരിക്കലും സൈബർ അറ്റാക്ക് മൂലമോ ഫ്രോഡുലാൻഡ് ആക്ടിവിറ്റീസ് മൂലമോ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എന്താവശ്യമാണ്? പ്രധാനമായിട്ടും സെക്യൂർ സെർവർ ആവശ്യമാണ്. ദ ടെക്നോളജി ഈസ് അപ്പീൽഡ് ടു നോൺ എ സെക്യൂർ സോക്കറ്റ് ലെയർ വിച്ച് പ്രൊവൈഡ് എഫക്റ്റീവ് പ്രൈവസി പ്രൊട്ടക്ഷൻ. ഈ തരത്തിൽ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളുടെ വിവരങ്ങളെ വളരെയധികം സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ലെയറിനെയാണ് ഒരു ഇൻ്റർനെറ്റ് ലെയറിനെയാണ് എന്തെന്ന് പറയുന്നത് സെക്യൂരിറ്റി സോക്കറ്റ് ലെയർ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്കും ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്കും അവരുടെ പ്രധാനപ്പെട്ട എല്ലാ വിവരങ്ങളെയും മറ്റുള്ളവരിൽ നിന്നും മറച്ചു വയ്ക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യമാണ് പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റ്. അതായത് കസ്റ്റമേഴ്സ് ഇ കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുടെ അവസാനത്തെ ഘട്ടം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയുള്ള പർച്ചേസ് ട്രാൻസാക്ഷൻ അവർ കൊടുത്തു കഴിഞ്ഞാൽ അവസാനത്തെ ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വാങ്ങിയിരിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വില അവർ ഓൺലൈൻ വഴി ബിസിനസ്സുകാർക്ക് പേ ഓഫ് ചെയ്യുന്നതാണ് ഏറ്റവും അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത്. അതിനുവേണ്ടി അവർക്ക് വ്യത്യസ്തമായുള്ള ഡെബിറ്റ് കാർഡുകൾ ക്രെഡിറ്റ് കാർഡുകൾ മുതലായവ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു സാങ്കേതിക മേഖല സെറ്റ് ചെയ്യാവുന്നതാണ്. അതാണ് പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദ ലാസ്റ്റ് ഫേസ് ഓഫ് e-commerce transaction is the settlement of payment. The buyer has to pay the price of product or service purchased by means of debit card,
ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. അതായത് ഇനി അവസാനത്തെ ഘട്ടമാണ് ഇ കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുടെ അവസാനത്തെ ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവർ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവർ സാധനങ്ങളായിക്കോട്ടെ സേവനങ്ങളായിക്കോട്ടെ അവയുടെ വില ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഉപയോഗിച്ചോ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇ കൊമേഴ്സ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇ കൊമേഴ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി പൂർത്തീകരിക്കാൻ വേണ്ടി ഉള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് ഏതൊക്കെ രീതിയിലുള്ള ഇ കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്, അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അതെങ്ങനെയാണ് പൂർത്തീകരിക്കുന്നത്, ആ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യമാണ് B2Bയിലെ ഏറ്റവും പ്രധാനമായിട്ടും വരുന്ന കാര്യം ബിസിനസ് ടു കൺസ്യൂമേഴ്സ്. അതായത് ഇ കൊമേഴ്സ് മാധ്യമം വഴി വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ് ബിസിനസ് ടു കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അതായത് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളും സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്ന അൾട്ടിമേറ്റ് കൺസ്യൂമറും തമ്മിലുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനത്തെയാണ് ബിസിനസ് ടു കൺസ്യൂമർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. In this model of a e-commerce, companies sell the product to the consumer directly through the website. അതായത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി സാധനങ്ങൾ സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മാനുഫാക്ചറിങ് കമ്പനീസ് തന്നെ എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിന് ഡയറക്റ്റായിട്ട് സേവനങ്ങളും വിറ്റഴിക്കുന്നു. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവം എന്തൊക്കെ നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ബിസിനസ് ടു കൺസ്യൂമേഴ്സിൻ്റെ മാർക്കറ്റിംഗ് ഓഫ് പ്രൊഡക്റ്റ് ടു കൺസ്യൂമേഴ്സ് ത്രൂ ആൻ ഇ കൊമേഴ്സ് വെബ്സൈറ്റ്. അതായത് കമ്പനിയുടെ വെബ്സൈറ്റിൽ വഴി കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, വിറ്റഴിക്കുന്നു. സെറ്റിംഗ് അപ്പ് ഓഫ് പ്രൊഡക്റ്റ് വെബ്സൈറ്റ് ആൻഡ് ഇൻസ്റ്റാളേഷൻ ഓഫ് ദി റിക്വയർഡ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ടൂൾസ് ഫോർ ഫെസിലിറ്റേറ്റിംഗ് ബിസിനസ് ടു കൺസ്യൂമർ ഇ കൊമേഴ്സ്. അതായത് ബിസിനസ് ടു കൺസ്യൂമർ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ സാധ്യമാകണമെങ്കിൽ ബിസിനസ്സുകാർക്ക്, അതായത് നിങ്ങൾക്ക് സാധനങ്ങളും സേവനങ്ങളും വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്ന മാനുഫാക്ചറിങ് കമ്പനീസിന് എന്ത് വേണം, അവർക്ക് സ്വന്തമായിട്ട് ഒരു ഡൊമൈൻ നെയിമും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയുള്ള വ്യത്യസ്തമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളും ഹാർഡ്വെയറുകളും ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതുകൂടാതെ തന്നെ അവർ കസ്റ്റമേഴ്സിന് വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യൽ നടക്കുകയുള്ളൂ, കസ്റ്റമേഴ്സുമായിട്ടുള്ള വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ സുഗമമായിട്ട് നടക്കുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യമാണ് മാസീവ് അഡ്വർടൈസ്മെൻറ്റ് ഓഫ് ദി പ്രൊഡക്റ്റ് ടു എൻകറേജ് ദ കൺസ്യൂമർ ടു പർച്ചേസ് ഓവർ ദി കമ്പനീസ് വെബ്സൈറ്റ്. ഓക്കെ, അതായത് കമ്പനിയുടെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി കമ്പനിയുടെ വെബ്സൈറ്റിൽ കമ്പനി കസ്റ്റമേഴ്സിന് വിൽപ്പനയ്ക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വലിയ രീതിയിലുള്ള പരസ്യങ്ങൾ എല്ലാ സമയത്തും ഓൺലൈനായിട്ട് കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു. ഇതുവഴി ധാരാളം ആളുകൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുവാൻ കമ്പനി നിർബന്ധിക്കുന്നു. ഇനി മറ്റൊരു കാര്യമാണ് companies are able to maintain good relation with their customers and offer better customer care since there is no middleman in between companies and customers. അതായത് ഈ തരത്തിലുള്ള കമ്പനി ബിസിനസ് ടു കൺസ്യൂമർ ഇ കൊമേഴ്സ് ട്രാൻസാക്ഷനിൽ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന കമ്പനിയും അതുപോലെ തന്നെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സും തമ്മിൽ നല്ല രീതിയിലുള്ള വ്യാപാര വാണിജ്യ ബന്ധമായിരിക്കും ഉണ്ടാവുക. അതിന് കസ്റ്റമേഴ്സിന് നല്ല രീതിയിലുള്ള വ്യാപാര സേവനങ്ങളും വിൽപ്പനാനന്തര സേവനങ്ങളും സേവനം വിൽക്കുന്ന കമ്പനി നൽകേണ്ടത് അനിവാര്യമാണ്. ഇതുകൂടാതെ തന്നെ ഇടനിലക്കാരായിട്ടുള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള വ്യാപാര വാണിജ്യ പ്രവർത്തനമാണ് ബിസിനസ് ടു കൺസ്യൂമേഴ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനീസ് ക്യാൻ ക്രിയേറ്റ് ആൻഡ് മെയിൻ യൂസ്ഫുൾ കസ്റ്റമർ ഡേറ്റാബേസ് ഓൺ ദ ബേസ് ഓഫ് ട്രാൻസാക്ഷൻ ഓവർ ദ വെബ്സൈറ്റ്. അതായത് കമ്പനീസ് അവർ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴിയാണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കസ്റ്റമേഴ്സായിട്ട് ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡേറ്റാബേസ് അവർ സൂക്ഷിക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ആവശ്യക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സ് ഏതൊക്കെയെന്ന് തിരിച്ചറിയുവാനും ആ തരത്തിലുള്ള കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളുമായിട്ട് ദീർഘകാല വാണിജ്യ വ്യാപാര ബന്ധം ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടു കൂടി നിലനിർത്തിക്കൊണ്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് ഏതൊക്കെ തരത്തിലുള്ള ഘട്ടങ്ങളിൽ കൂടിയാണ് ബിസിനസ് ടു കൺസ്യൂമർ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് കാര്യമാണ് കസ്റ്റമർ വിസിറ്റിംഗ് ദ കമ്പനി വെബ്സൈറ്റ് ഓർ വെർച്വൽ ഷോപ്പ് സെർച്ച് ഫോർ ദി പ്രൊഡക്റ്റ് റിക്വയർഡ്. ആദ്യം എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾ അവരുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ എവിടെയാണ് ലഭ്യമാകുക എന്ന് അന്വേഷിച്ചുകൊണ്ട് അവർ വ്യത്യസ്തമായിട്ടുള്ള നെറ്റ്വർക്ക് മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ
അതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതായത് വ്യത്യസ്തമായിട്ടുള്ള നെറ്റ്വർക്ക് മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഏത് കമ്പനിയിൽ നിന്ന് ലഭിക്കും, അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും, എങ്ങനെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് കസ്റ്റമേഴ്സ് അന്വേഷിച്ച് വരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ കാര്യം, കസ്റ്റമർ മേ രജിസ്റ്റർ ടു ബിക്കം ദ പാർട്ട് ഓഫ് ഷോപ്പർ രജിസ്ട്രി ഓഫ് ദി സൈറ്റ്. ദിസ് അലോസ് ദ കസ്റ്റമർ ടു ഗെറ്റ് കംപ്ലീറ്റ് സർവീസ് ഓഫേർഡ് ബൈ ദി കമ്പനി. ഉൽപ്പന്നങ്ങൾ ഓൺലൈനായിട്ട് വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്ന കമ്പനി അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിന് തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ തങ്ങളുടെ വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. തൽഫലമായിട്ട് കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾ ആ ഒരു കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്ന കമ്പനിയുടെ വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ എടുക്കുന്നു. തൽഫലമായിട്ട് ആ രജിസ്ട്രേഷൻ എടുക്കുന്ന കസ്റ്റമേഴ്സിന് ആ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്നു ഓൺലൈനായിട്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർ place the order, the shopping cart system website present the type of the product ordered, quantity, tax, price, shipping charges and mode of delivery. പിന്നീട് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സിന് ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾക്ക് കമ്പനിയുടെ വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള വിവരങ്ങളും ഉൽപ്പന്നങ്ങളുടെ ഡീറ്റെയിൽസ്, ഉൽപ്പന്നങ്ങളുടെ നേട്ടങ്ങൾ, സവിശേഷതകൾ, പ്രൈസ് ഓഫറുകൾ, അതിൻ്റെ ഡിഫറെൻറ്റ് യൂസസ് മെത്തേഡ് മുതലായവ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവരെന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യാൻ വേണ്ടിയുള്ള ഓർഡർ ഫോർവേഡ് ചെയ്യുന്നു. തൽഫലമായിട്ട് അത് കമ്പനിയുടെ ഷോപ്പിംഗ് കാർട്ടിൽ, കമ്പനിയുടെ ഓൺലൈൻ ആയിട്ടുള്ള ഷോപ്പിംഗ് കാർട്ടിലേക്ക് അത് ആഡ് ചെയ്യപ്പെടും. തൽഫലമായിട്ട് എന്താണ്, എത്ര ക്വാണ്ടിറ്റിയാണ് കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്തേക്കുന്നത്, എത്ര പെർ പീസിൻ്റെ വില എത്രയാണ്, ടാക്സ് എത്രയാണ്, ക്വാണ്ടിറ്റി എത്രയാണ്, ക്വാളിറ്റി എത്രയാണ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡിസ്ക്രിപ്ഷൻസും ആ ഷോപ്പിംഗ് കാർട്ടിൽ ആഡ് ചെയ്യപ്പെട്ടോളും. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാലാമത്തെ സ്റ്റെപ്പാണ് പ്രോസസ്സിംഗ് ഓഫ് ദി ഓർഡർ ബൈ ദി കമ്പനി. അതായത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഓൺലൈനായിട്ട് ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കമ്പനി ആ ഓർഡർ അനുസരിച്ചുള്ള സാധനങ്ങൾ കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോസസ്സിംഗ് ഓഫ് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ത്രൂ ദ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഓർ ബാങ്ക്. അതായത് കസ്റ്റമേഴ്സ് പർച്ചേസ് ഓർഡർ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് സാധനങ്ങളോ സേവനങ്ങളോ ലഭ്യമായി കഴിഞ്ഞാൽ അവർക്ക് ഒന്നെങ്കിൽ സാധനങ്ങൾ കിട്ടുന്നതിന് മുമ്പേ ഓൺലൈനായിട്ട് പണമിടപാടുകൾ പൂർത്തിയാക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു കസ്റ്റമർ ആണെങ്കിൽ ഞാൻ ഓൺലൈൻ വഴി ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഉൽപ്പന്നം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഉൽപ്പന്നം എനിക്ക് ലഭിക്കുന്നതിന് മുമ്പേ ആ ഉൽപ്പന്നത്തിൻ്റെ പണം അടച്ച് എൻ്റെ പർച്ചേസും ട്രാൻസാക്ഷൻ പൂർത്തിയാക്കാവുന്നതാണ്. ഇനി അതല്ല, എനിക്ക് ഉൽപ്പന്നം കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രമേ ഉപഭോക്താവായിട്ടുള്ള ആളായ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഓൺലൈനായിട്ട് ആ ഉൽപ്പന്നത്തിൻ്റെ വില ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ഉപയോഗിച്ച് പൂർത്തീകരിക്കാവുന്നതാണ്. ഇതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർഡർ അനുസരിച്ചുള്ള സാധനങ്ങൾ പാക്ക് ചെയ്ത് അത് കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഷിപ്പിംഗ് നടപടികൾ തുടങ്ങും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാനം എന്ത് ചെയ്യും, അത് ഏത് കസ്റ്റമറാണോ ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ഓർഡർ നൽകിയിരിക്കുന്ന കസ്റ്റമറുടെ കൈകളിലേക്ക് ആ ഉൽപ്പന്നം ഏതെങ്കിലും ഷിപ്പിംഗ് ഏജൻറ്റ് മുഖേന കമ്പനി എത്തിച്ചു കൊടുക്കുന്നു. ദെൻ അവസാനം എന്ത് ചെയ്യും, അവസാനം കസ്റ്റമർ റിസീവ് ദ പ്രോഡക്റ്റ് ആൻഡ് വെരിഫൈ ദി സെയിം. കസ്റ്റമർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അവസാനം അത് കസ്റ്റമറിന് കിട്ടിക്കഴിയുമ്പോൾ കസ്റ്റമർ ആ ഷിപ്പിംഗ് ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് തങ്ങൾ ഓൺലൈനായിട്ട് നൽകിയിരിക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണ് തങ്ങൾക്ക് കിട്ടിയേക്കണേ എന്ന് വിലയിരുത്തുകയും അവസാനം കസ്റ്റമേഴ്സ് തങ്ങളുടെ ട്രേഡിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് ആ കമ്പനിക്ക് നൽകുകയും ചെയ്യും. ഇതാണ് പ്രധാനമായിട്ടും ബിസിനസ് ടു കൺസ്യൂമർ ട്രാൻസാക്ഷൻ്റെ പ്രധാനപ്പെട്ട പ്രോസസ്സിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻ. ഇനി മറ്റൊരു രീതിയിലുള്ള വ്യാപാര പ്രവർത്തനമാണ് ബിസിനസ് ടു ബിസിനസ്. ഇറ്റ് ഈസ് ആൻ ഓൺലൈൻ എക്സ്ചേഞ്ച് ഓഫ് പ്രൊഡക്ട്സ്, സർവീസസ് ഓർ ഇൻഫർമേഷൻ ബിറ്റ്വീൻ ഫേംസ് റാദർ ദാൻ ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് കൺസ്യൂമേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഹോൾസെയിൽ ബിസിനസ് സെല്ലിംഗ് ഗുഡ്സ് ടു എ റീറ്റെയിൽ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി രണ്ടാമത്തെ രീതിയിലുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനമാണ് ബിസിനസ്സുകാർ തമ്മിലുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനം എന്ന് പറയുന്നത്. ഇവിടെ സാധനങ്ങൾ വാങ്ങുകയും സാധനങ്ങൾ വിൽക്കുകയും ചെയ്യുന്നത് ബിസിനസ്സുകാരായിട്ടുള്ള ആളുകളായിരിക്കും. ആ തരത്തിലുള്ള ഒരു വാണിജ്യ വ്യാപാര പ്രവർത്തനമാണ് ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെയാണ്, ഇവിടെ സാധനങ്ങൾ സേവനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ബിസിനസ് ഫേമുകൾ തമ്മിലായിരിക്കും. ഇതുകൂടാതെ തന്നെ സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്നത് കസ്റ്റമേഴ്സിന് പകരം ബിസിനസ് ടു കസ്റ്റമേഴ്സിന് പകരം സാധനങ്ങളും സേവനങ്ങളും സംബന്ധിച്ചുള്ള വിവരങ്ങളും അതുപോലെ തന്നെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതും ബിസിനസ് ടു ബിസിനസ്സുകാർ തന്നെയായിരിക്കും. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ, ഹോൾസെയിലായിട്ടുള്ള ബിസിനസ്സുകാർ അവരുടെ കസ്റ്റമേഴ്സായിട്ടുള്ള റീറ്റെയിലറായിട്ടുള്ള ബിസിനസ്സുകാർക്ക് ഓൺലൈൻ മുഖേന എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ സേവനങ്ങൾ വിറ്റഴിക്കുന്നു. ആ രീതിയിലുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനത്തെയാണ് ബിസിനസ് ടു ബിസിനസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത്. The transactions are made between business firms at both end.
അതായത് നമ്മുടെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ സംബന്ധിക്കുന്ന ട്രാൻസാക്ഷനുകൾ എപ്പോഴും സംഭവിക്കുന്ന ആരൊക്കെ തമ്മിലായിരിക്കും? ബിസിനസ്സുകാർ തമ്മിലായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് ഫേമുകൾ തമ്മിലായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നത്? ഈ തരത്തിലുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്നത് ബയ്യറായിട്ടുള്ള ആളും സെല്ലറായിട്ടുള്ള ആളും ബിസിനസ് ഫേം ആയിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത്? ഡിഫറെൻറ്റ് പ്രൈസിങ് സ്ട്രക്ചർ ഫോർ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ്. ലാർജ് ക്വാണ്ടിറ്റി ബയേഴ്സ് വിൽ ഗെറ്റ് ഗുഡ്സ് അറ്റ് റെഡ്യൂസ്ഡ് പ്രൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത ഈ രീതിയിൽ ബിസിനസ്സുകാരും തമ്മിലുള്ള ഓൺലൈൻ നെറ്റ്വർക്ക് മാധ്യമമായ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളിൽ ഉൽപ്പന്നങ്ങൾ സെല്ലേഴ്സ് ആയിട്ടുള്ള ബിസിനസ്സുകാർ വിൽക്കുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൈസ് ലെവലിലായിരിക്കും, അല്ലെങ്കിൽ പ്രൈസ് സ്ട്രക്ചർ അനുസരിച്ചായിരിക്കും കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വിൽക്കുന്നത്. വിച്ച് മീൻസ് ഇപ്പോൾ ഒരു ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ വാങ്ങുന്ന കസ്റ്റമേഴ്സിന് പെർ പീസ് എന്ന് പറയുന്നതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. ഈ തരത്തിൽ എന്താണ്? കൂടുതൽ ബൾക്കായിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുന്നു? വളരെയധികം വില കുറച്ച് ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നു. ഇനി മറ്റൊരു കാര്യം എന്താണ്? ചെക്ക് ഔട്ട് ആൻഡ് പേയ്മെൻറ്റ് ബിസിനസ് ടു ട്രാൻസാക്ഷൻ B2B ട്രാൻസാക്ഷൻസ് ആർ മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ ബിസിനസ് ടു കൺസ്യൂമേഴ്സ്. അതായത് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ബിസിനസ് ടു കൺസ്യൂമർ വാണിജ്യ വ്യാപാര പ്രവർത്തനത്തേക്കാൾ വളരെയധികം സങ്കീർണവും അതുപോലെ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞതുമാണ് ബിസിനസ് ടു ബിസിനസ് വാണിജ്യ വ്യാപാര പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് B2B സൈറ്റ്സ് ഓഫർ മോർ സെർച്ച് ഓപ്ഷൻസ് ഫോർ കസ്റ്റമേഴ്സ് ദാൻ ബിസിനസ് ടു കസ്റ്റമേഴ്സ്. അതായത് ബിസിനസ്സുകാർ തമ്മിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളിൽ കസ്റ്റമേഴ്സായിട്ടുള്ള ബിസിനസ്സുകാർക്ക് വലിയ രീതിയിലുള്ള അവസരങ്ങളാണ് പ്രധാനമായിട്ടും ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ വാഗ്ദാനം ചെയ്യുന്നത്. സാധാരണ രീതിയിൽ കസ്റ്റമറായിട്ടുള്ള ഒരു വ്യക്തി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുവാൻ വേണ്ടി നെറ്റ്വർക്കിൽ സെർച്ച് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും ബിസിനസ്സുകാർക്ക് അവൈലബിൾ ആണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ചുകൊണ്ട് വലിയ രീതിയിൽ വ്യത്യസ്ത സ്റ്റൈലുകളിലും വ്യത്യസ്ത പ്രൈസിലും വ്യത്യസ്ത ക്വാളിറ്റിയിലും വ്യത്യസ്ത ക്വാണ്ടിറ്റിയിലുമുള്ള വലിയ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഒരു ശേഖരം തന്നെ ഈ ഒരു കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് ബിസിനസ്സുകാർ കസ്റ്റമേഴ്സായിട്ടുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനത്തിൽ ബിസിനസ്സുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടു കൂടി. പിന്നെ മറ്റൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഓഫർ റിയൽ ടൈം കസ്റ്റമർ സപ്പോർട്ട്. ഇഫ് ദ കസ്റ്റമർ വാണ്ട് ടു മോർ ഇൻഫർമേഷൻ ഓർ ക്ലാരിഫിക്കേഷൻ അബൌട്ട് ദ പ്രോഡക്റ്റ് ദേ ക്യാൻ യൂസ് ലൈവ് ചാറ്റ് ഫെസിലിറ്റീസ് ആൻഡ് അതർ റിയൽ ടൈം കസ്റ്റമർ ഫെസിലിറ്റീസ് ഇൻ എ B2B സൈറ്റ്. അതായത് ബിസിനസ്സുകാർ സെല്ലേഴ്സുമായിട്ടുള്ള B2B ട്രാൻസാക്ഷനിൽ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന കസ്റ്റമേഴ്സായിട്ടുള്ള ബിസിനസ്സുകാർക്ക് അവർ വാങ്ങിയ ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ കൂടുതൽ അറിയണമെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തത ആ ഒരു ഉൽപ്പന്നങ്ങളുടെ ഉപയോഗ രീതിയിലോ ഉൽപ്പന്നങ്ങളുടെ നേട്ടങ്ങളിലോ സവിശേഷതകളിലോ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ റിയൽ ടൈമിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആ ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സേവനങ്ങൾ നൽകുന്ന ആളുകളുടെ സേവനം ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന കസ്റ്റമേഴ്സായിട്ടുള്ള ബിസിനസ്സുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമേഴ്സായിട്ടുള്ള ബിസിനസ്സുകാർക്ക് ആ ഒരു ഉൽപ്പന്നങ്ങളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യതയും വ്യക്തതയും വരുത്താൻ സാധിക്കുന്നതാണ് ഈ ഒരു B2B ട്രാൻസാക്ഷനിൽ, ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷനിൽ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെ തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് പ്രധാനമായിട്ടും ബിസിനസ് ടു ബിസിനസ് കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതാണ്. അതാണ് തൊട്ട് താഴേക്ക് പറയുന്നത്. ഒന്നാമത്തെ കാര്യമാണ് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്ന കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കാര്യമാണ് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് EDI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രണ്ട് ബിസിനസ്സുകാർ തമ്മിൽ ഒരുമിച്ച് പാർട്ട്ണർമാരായിട്ട് പങ്കാളികളായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളെ പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു നെറ്റ്വർക്ക് ടെക്നോളജിയാണ് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാർട്ട്ണറുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ള ബിസിനസ് റിലേറ്റഡ് വിവരങ്ങളെ മറ്റൊരു പാർട്ട്ണറുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലേക്ക് മാറ്റുവാൻ സഹായിക്കുന്ന ഒരു ഓൺലൈൻ നെറ്റ്വർക്ക് മാധ്യമമാണ് EDI എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് തന്നെ പാർട്ട്ണർമാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യാൻ വേണ്ടി മെയിലോ ഇമെയിലോ അല്ലെങ്കിൽ ഫാക്സോ അല്ലെങ്കിൽ പോസ്റ്റൽ മെയിലോ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പകരം എന്ത് ചെയ്യാൻ പറ്റും? പകരം അവർക്ക്
പകരം അവർക്ക് ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് ടെക്നോളജി വഴി ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് വിവര കൈമാറ്റം നടത്താവുന്നതാണ്. ഇനി മറ്റൊരു കാര്യമാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഫെസിലിറ്റേറ്റ് കണക്ടിവിറ്റി വിത്ത് കമ്പ്യൂട്ടർ അക്രോസ് ദി വേൾഡ്. അതായത് ലോകമെമ്പാടുമുള്ള എല്ലാ കമ്പ്യൂട്ടറുകളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ആഗോള നെറ്റ്വർക്ക് ശൃംഖലയാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇതുവഴി ഏതൊരു ബിസിനസ്സുകാർക്കും തങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ തങ്ങളുടെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യമാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഫെസിലിറ്റേറ്റ് കണക്ടിവിറ്റി വിത്ത് കമ്പ്യൂട്ടർ വിത്തിൻ ദ ഓർഗനൈസേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് B2B ട്രാൻസാക്ഷൻസ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് എന്തെന്ന് പറയുന്നത് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള കമ്പ്യൂട്ടേഴ്സുകൾ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ടാകും. ആ ബിസിനസ് ഓർഗനൈസേഷനിലെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളെയും എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ കാര്യങ്ങളെയും കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഇൻഫർമേഷൻസിനെയും ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ പരസ്പരം കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് എക്സ്ട്രാനെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഇൻട്രാനെറ്റ് that can be partially across the authorized outside users, enable the business to exchange information over the internet in a secured manner. അതായത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാനെറ്റിനേക്കാളും കൂടി അല്പം കൂടി വൈഡാണ് ഇത് ഈ ഒരു നെറ്റ്വർക്കിൻ്റെ കവറേജ് എന്ന് പറയുന്നത്. ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളെ മറ്റുള്ള വ്യക്തികൾക്ക് ബിസിനസ് ഓർഗനൈസേഷന് വെളിയുള്ള ആളുകൾക്ക് കൈമാറണമെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ്റെ അനുവാദത്തോടു കൂടി കൈമാറ്റം ചെയ്യാൻ സാധിക്കും. അതിന് സഹായിക്കുന്ന ഒന്നാണ് എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ബിസിനസ് റിലേറ്റഡ് ഇൻഫർമേഷൻസ് ബിസിനസ് ഓർഗനൈസേഷന് വെളിയുള്ള ഏതെങ്കിലും ഒരു യൂസേഴ്സിന് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ബിസിനസ്സിൻ്റെ അനുമതിയോടുകൂടി കൈമാറ്റം ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് ഓർഗനൈസേഷന് വെളിയുള്ള വ്യക്തിക്ക് ബിസിനസ് ഓർഗനൈസേഷൻ്റെ അംഗീകാരത്തോടു കൂടി ബിസിനസ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ നടക്കുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യമാണ് ഡാറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റം അഥവാ DBMS എന്ന് പറയുന്നത്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ദ ബിസിനസ് മെയിൻറ്റെയിൻ സൂട്ടബിൾ ബാക്ക് എൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ടു പ്രോസസ് സ്റ്റോർഡ് യൂസ് ദ ഡേറ്റ കണക്ഷൻ വിത്ത് ദി B2B ട്രാൻസാക്ഷൻ. അതായത് ബിസിനസ്സുകാരും തമ്മിലുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും സംഭരിച്ചു വയ്ക്കുകയും ആവശ്യമാകുന്ന സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഡേറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ബിസിനസ്സുകാരും തമ്മിലുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളുടെ എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും ശേഖരിച്ച് വെക്കുന്നതിന് സഹായിക്കുന്ന ഒരു നെറ്റ്വർക്ക് മാധ്യമമാണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ തരത്തിലുള്ള സാങ്കേതികവിദ്യകളുടെ സഹായത്തോടു കൂടിയാണ് ബിസിനസ് ടു ബിസിനസ് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ സുഗമമായിട്ടും ലളിതമായിട്ടും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒന്നാണ് കൺസ്യൂമർ ടു കൺസ്യൂമർ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻസ്. അതായത് ഉപഭോക്താക്കളും തമ്മിലുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഇ-കൊമേഴ്സ് മീഡിയംസ് അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം സഹായിക്കുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻ C2C ബിസിനസ് മോഡൽ ദ കൺസ്യൂമർ സെൽ ദ പ്രോഡക്റ്റ് ഓർ സർവീസ് ടു അനദർ കൺസ്യൂമർ ബൈ പബ്ലിഷിംഗ് ഇറ്റ് ഓൺ ദി വെബ്സൈറ്റ്. ഫോർ ആൻ എക്സാമ്പിൾ OLX is an website for selling used cars, real estate. OLX is an example to C2C ഇ-കൊമേഴ്സ്. അതായത് ഒരു ഉപഭോക്താവ് തങ്ങളുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ തങ്ങൾ ഉപയോഗിച്ച ഏതെങ്കിലും തരത്തിലുള്ള ഉൽപ്പന്നമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഡക്റ്റുകളോ മറ്റൊരു വ്യക്തിക്ക് വിൽക്കുകയാണ് എങ്കിൽ ആ തരത്തിൽ നടത്തപ്പെടുന്ന വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളെയാണ് കൺസ്യൂമർ ടു കൺസ്യൂമർ വാണിജ്യ വ്യാപാര പ്രവർത്തനമെന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് OLX എന്ന് പറയുന്നത്. OLXൽ ഒരു കസ്റ്റമർ ഉപയോഗിച്ച ഒരു സാധനം മറ്റൊരു കസ്റ്റമറിന് വിൽക്കാൻ വേണ്ടി ആടിടുന്നു. ഈ രീതിയിൽ നൽകപ്പെടുന്ന വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളെയാണ് ഇ-കൊമേഴ്സ് കസ്റ്റമർ വാണിജ്യ വ്യാപാര പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻഡ് ഫെസിലിറ്റേറ്റ് ഇൻട്രാക്ഷൻ എമംഗ് ദ കൺസ്യൂമർ അക്രോസ് ദി വേൾഡ്. അതായത് ലോകത്തെ ഏത് ഭാഗത്തുള്ള കസ്റ്റമേഴ്സ് തമ്മിലും സാധനങ്ങളുടെ സേവനങ്ങളുടെ കൈമാറ്റവും വിൽപ്പനയും സുഗമമാകാൻ സഹായിക്കുന്ന ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് കൺസ്യൂമർ ടു കൺസ്യൂമർ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്താ പറയുന്നത്? കമ്പനീസ് വിച്ച് ആക്ട് ആസ് എ ബ്രോക്കർ ഇൻ C2C ട്രാൻസാക്ഷൻ സെറ്റപ്പ് വെബ്സൈറ്റ് ഫോർ എഫക്റ്റിംഗ് C2C ട്രാൻസാക്ഷൻ.
അതായത് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളെ കൂടുതൽ സുഗമമാക്കുവാനും കൂടുതൽ എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടി മറ്റുള്ള കമ്പനികൾ ബ്രോക്കർമാരായി നിന്നുകൊണ്ട് ഈ C2C ട്രാൻസാക്ഷനെ അല്പം പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ആ തരത്തിലും ഉള്ള ഒരു വാണിജ്യ വ്യാപാര പ്രവർത്തനമാണെന്ന് പറയുന്നത് പ്രധാനമായിട്ടും C2C വാണിജ്യ വ്യാപാര പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് യൂസ്ഡ് പ്രൊഡക്റ്റ് ആർ മോസ്റ്റ്ലി സോൾഡ് ഓവർ ദി C2C സൈറ്റ്സ്. അതായത് സാധാരണ രീതിയിൽ കസ്റ്റമേഴ്സ് ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ, സെക്കൻഡ് ഹാൻഡ് ഉൽപ്പന്നങ്ങളുടെ വാങ്ങലും വിൽപ്പനയും ആയിരിക്കും പ്രധാനമായിട്ടും C2C ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി നടക്കപ്പെടുന്നത്. Accessibilities of large number of buyers and sellers for a product is major attraction of C2C transaction. അതായത് വലിയ രീതിയിലുള്ള ഉപഭോക്താക്കളായിട്ടുള്ള ആളുകളായിരിക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന വലിയൊരു പ്ലാറ്റ്ഫോം ശൃംഖലയാണെന്ന് പറയുന്നത് C2C ബിസിനസ് ട്രാൻസാക്ഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യമാണ് കൺസ്യൂമർ ടു ബിസിനസ്. അതായത് ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾ ബിസിനസ്സുകാർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി നെറ്റ്വർക്ക് മാധ്യമമായി ഇ-കൊമേഴ്സിൻ്റെ സഹായം തേടാറുണ്ട്. ആ രീതി നൽകപ്പെടുന്ന വാണിജ്യ വ്യാപാര പ്രവർത്തനമാണ് C2B ഇ-കൊമേഴ്സ് ട്രേഡിംഗ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റിവേഴ്സ് പ്രോസസ് ഓഫ് B2C ബിസിനസ് മോഡൽ. C2B കൺസ്യൂമർ quote their price and product idea and estimate their fame which accept the terms and conditions of the consumer will meet their needs. For example, consumer quoting the preferred quality, quantity, price of the particular product over the website. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ ബിസിനസ് ടു കൺസ്യൂമർ ഇ-കൊമേഴ്സ് ട്രേഡിംഗ് ട്രാൻസാക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റിയാണ് കൺസ്യൂമർ ടു ബിസിനസ് എന്ന് പറയുന്നത്. ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾ അവരുടെ ആവശ്യം അവരെന്ത് ചെയ്യുന്നു, അവർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ തങ്ങളുടെ സേവനങ്ങൾ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് വിൽപ്പനയ്ക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടു കൂടി വാഗ്ദാനം ചെയ്യുന്നു. ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്ക് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും ചെയ്യുന്നു. ഈ തരത്തിലുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളാണ് ബിസിനസ് ടു ബിസിനസ് വാണിജ്യ വ്യാപാര പ്രവർത്തനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൺസ്യൂമർ അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധ്യതയുള്ള ഒരു ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പ്രൈസ് മുതലായവ മുന്നോട്ട് വയ്ക്കുന്നു, ഒരു ഓഫറായിട്ട് മുന്നോട്ട് വയ്ക്കുന്നു. തൽഫലമായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്ന ബിസിനസ് ഫേമ ഈ ഒരു ട്രാൻസാക്ഷൻ ഈ ഒരു സേവനങ്ങൾ തങ്ങൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് വ്യാപാര പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ഈ തരത്തിൽ നൽകപ്പെടുന്ന ട്രേഡിംഗ് ആക്ടിവിറ്റീസിനെയാണ് കൺസ്യൂമർ ടു ബിസിനസ് ട്രേഡിംഗ് ആക്ടിവിറ്റി കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ബിസിനസ് ടു എംപ്ലോയീസ്. അതായത് ബിസിനസ്സുകാരും എംപ്ലോയീസും തമ്മിലുള്ള വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നെറ്റ്വർക്ക് മാധ്യമമായി ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെ സേവനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നൽകപ്പെടുന്ന വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളെയാണ് ബിസിനസ് ടു എംപ്ലോയീസ് ട്രേഡിംഗ് ആക്ടിവിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ഇൻ ദിസ് മോഡൽ ദ കമ്പനീസ് യൂസ് ഇൻട്രാ ഓർഗനൈസേഷണൽ നെറ്റ്വർക്ക് വിച്ച് അലോ ദം പ്രൊവൈഡ് പ്രോഡക്റ്റ് ഓർ സർവീസ് ടു ദെയർ എംപ്ലോയീസ്. B2E നെറ്റ്വർക്ക് also used information sharing, corporate announcement, special employees offer reporting, employment benefits, etc. അതായത് കമ്പനി ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളാണ്. ഒരു കമ്പനി തങ്ങളുടെ സേവനങ്ങളും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളും ഇൻട്രാനെറ്റ് എന്ന് പറയുന്ന നെറ്റ്വർക്ക് മാധ്യമത്തിൻ്റെ സഹായത്തോടു കൂടി കമ്പനിയുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് വിൽപ്പനയ്ക്കായി വാഗ്ദാനം ചെയ്യുകയാണ് എങ്കിൽ ആ എംപ്ലോയി ആ ബിസിനസ് ഓർഗനൈസേഷൻ തമ്മിൽ നടത്തപ്പെടുന്ന വാണിജ്യ വ്യാപാര പ്രവർത്തനത്തെയാണ് പ്രധാനമായിട്ടും ബിസിനസ് ടു എംപ്ലോയീസ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ അകത്ത് എംപ്ലോയീസിന് വ്യത്യസ്തമായുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ, വ്യത്യസ്തമായുള്ള എംപ്ലോയീസിന് വ്യത്യസ്തമായുള്ള ബെനിഫിറ്റുകൾ, അതുപോലെ തന്നെ എംപ്ലോയീസ് അനൗൺസ്മെൻറ്റുകൾ, അതുപോലെ തന്നെ വ്യത്യസ്തമായുള്ള ഓഫറുകൾ മുതലായവ വാഗ്ദാനം ചെയ്യാറുണ്ട്. ആ തരത്തിൽ നൽകപ്പെടുന്ന ട്രേഡിംഗ് ആക്ടിവിറ്റികളെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ബിസിനസ് ടു എംപ്ലോയീസ് ഇ-കൊമേഴ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റീസിൻ്റെ പരിധിയിൽ വരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് ബിസിനസ് ടു ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളും സേവനങ്ങളും ബിസിനസ്സുകാർ ഗവൺമെൻറ്റിന് വിൽപ്പനയ്ക്കായിട്ട് വാഗ്ദാനം ചെയ്യുന്നു. ഈ തരത്തിൽ ഗവൺമെൻറ്റും ബിസിനസ്സുകാരും തമ്മിൽ നടത്തപ്പെടുന്ന വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങളിൽ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യാപാര രീതിയാണ് പ്രധാനമായിട്ടും B2G ഇ-കൊമേഴ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണെന്ന് നമുക്ക് വായിച്ചു നോക്കാം. B2G model is used to sell the products and services to convey the information to the government. It acts as the medium of place business proposal to the government, different public sector undertaking. The proposal usually cover the project material, equipments required for various government departments, public sector companies. Okay, അതായത്
ഈ തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ബിസിനസ്സുകാർ ഏത് തരത്തിലുള്ള ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഇൻഫർമേഷൻസോ ഗവൺമെൻറ് ഏജൻസികൾക്ക് ഗവൺമെൻറ് നേതൃത്വം നൽകുന്ന ഏതെങ്കിലും പബ്ലിക് കമ്പനീസിനോ വിൽപ്പനയ്ക്കായിട്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നൽകപ്പെടുന്ന സേവനങ്ങൾക്ക് നെറ്റ്വർക്ക് മാധ്യമമായ ഇ കൊമേഴ്സിൻ്റെ പ്ലാറ്റ്ഫോം വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റിയാണ് ബിസിനസ് ടു ഗവൺമെൻറ് ഇ കൊമേഴ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. സാധാരണ രീതിയിൽ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾ ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കോൺട്രാക്റ്റിംഗ് വർക്കുകൾ, അതുപോലെ തന്നെ കോൺട്രാക്റ്റിംഗ് സേവനങ്ങൾ മുതലായവയൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള സേവനങ്ങൾ വിൽക്കാറുണ്ട് ബിസിനസ്സുകാർ ഗവൺമെൻറ്റിന്. ആ തരത്തിൽ നൽകപ്പെടുന്ന സേവനങ്ങളെയാണ് ബി ടു ജി ഇ കൊമേഴ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റീസിൻ്റെ പരിധിയിൽ വരുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാലമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബിൽഡിങ്ങോ റോഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബ്രിഡ്ജുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള സാധനങ്ങളോ പണിയാൻ, ആ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ആ തരത്തിലുള്ള സേവനങ്ങളോ ഉൽപ്പന്നങ്ങളോ വാങ്ങുവാൻ വേണ്ടി ഏതെങ്കിലും ബിസിനസ്സുകാരുടെ കൈകളിൽ നിന്ന് സേവനങ്ങൾ വാങ്ങുകയാണെങ്കിൽ ആ തരത്തിലുള്ള സേവനങ്ങൾ ബിസിനസ്സുകാർ കോൺട്രാക്റ്റിംഗ് സർവീസുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രോഡക്റ്റുകളോ ഗവൺമെൻറ് വിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നെറ്റ്വർക്ക് മാധ്യമമായ ഇ കൊമേഴ്സിൻ്റെ സഹായം തേടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്രേഡിംഗ് ആക്ടിവിറ്റിയെ വിളിക്കുന്ന പേരായിരിക്കും ബിസിനസ് ടു ഗവൺമെൻറ് ഇ കൊമേഴ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് പിയർ ടു പി ഇ കൊമേഴ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പി ടു പി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദിസ് മോഡൽ business link people without an intermediary common server and allow them to share files. അതായത് ബിസിനസ്സുകാർക്ക് അവരെ ഒരു കോമൺ ഇൻ്റർമീഡിയറ്റ് നിന്നുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫയലുകൾ മറ്റൊരു മിഡിൽമാൻ്റെ സഹായത്തോടു കൂടി അല്ലാതെ തങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഷെയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് പിയർ ടു പി ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇവിടെ ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ഫയലുകളും അതുപോലെ തന്നെ വിവരങ്ങളും ഇൻ്റർമീഡിയറ്റ്സിൻ്റെ സഹായമില്ലാതെ ഈ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സാധാരണ ഈ രീതിയിലുള്ള ഫയലുകൾ പ്രധാനമായിട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത് മ്യൂസിക് ഫയൽസ്, അതുപോലെ തന്നെ വീഡിയോ ഫയൽസ്, മൂവീസ് മുതലായിട്ടുള്ള ഫയലുകളാണ് ഈ തരത്തിലുള്ള നെറ്റ്വർക്ക് മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ബിസിനസ്സുകാരെ കസ്റ്റമേഴ്സിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് ഇല്ല. ആ രീതിയിലുള്ള ഈ രീതിയിലുള്ള ഫയലുകൾ ആരാണോ മാനുഫാക്ചർ ചെയ്യുന്നത് അവരെന്ത് ചെയ്യുന്നു, ആ ഒരു ലിങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ആരൊക്കെയാണോ ഉള്ളത് ആ വ്യക്തികൾക്ക് എന്താണ് ഇൻ്റർമീഡിയറ്റ് സഹായമില്ലാതെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. ആ തരത്തിൽ നൽകപ്പെടുന്ന വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളെയാണ് പി ടു പി എന്ന് പറയുന്നത്. ഉദാഹരണം യൂട്യൂബ്, അതുപോലെ തന്നെ എന്താണ് മുതലായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ആണ് ഇതിന് പ്രധാനമായിട്ടും ഉദാഹരണം എന്ന് പറയുന്നത്. P2P network have been widely used to share, transfer music files, video files between users. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഫയലുകളും അതുപോലെ തന്നെ മ്യൂസിക് ഫയലുകളും ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾക്ക് ഇടയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന വീഡിയോ ഫയലുകളുടെയും അതുപോലെ തന്നെ മ്യൂസിക് ഫയലുകളുടെയും കൈമാറ്റ രീതിക്ക് നെറ്റ്വർക്ക് മാധ്യമമായി ഇൻ്റർനെറ്റിൻ്റെ സഹായം ഉപയോഗിക്കുന്നുവെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെ സഹായം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നൽകപ്പെടുന്ന വാണിജ്യ വ്യാപാര ആ രീതിയിൽ നടത്തപ്പെടുന്ന കൈമാറ്റ വാണിജ്യ വ്യാപാര പ്രവർത്തനത്തെയാണ് പിയർ ടു പി ഇ കൊമേഴ്സ് വാണിജ്യ വ്യാപാര പ്രവർത്തനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാണിജ്യ വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തുവാൻ സഹായിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള മീഡിയാസ് ഏതൊക്കെയെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് എവിടെയെങ്കിലും സംശയമുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.